പറ്റേ രക്ഷിതാക്കൾ പറയട്ടെ, പാരന്റ്സ് ഇല്ലേ? തോറ്റെങ്കിൽ തോറ്റു എന്ന് പറയാം. എന്നാ കുട്ടികൾ പറയാം. എന്താണ്? റീൽസ്. ഇതെന്താ മക്കളെ, എന്താ റീൽസ്. ഓക്കെ. എന്താണ് നിങ്ങളോടല്ല ആദ്യം പേരൻസ് പറയും, രക്ഷിതാക്കൾ ആദ്യം പറയും. കഴിഞ്ഞോ? എന്നാ കുട്ടികൾ പറയും. അടിപൊളി. എന്താണ് പറയട്ടെ? ഇല്ലേ? കുട്ടികൾ പറഞ്ഞോ? ആരാ പറഞ്ഞേ? എല്ലാവരും ഉഷാറാണ്. ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ വളരെ ഉഷാറാണ്. ഓക്കെ. അപ്പൊ നമ്മള് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മളെ രക്ഷിതാക്കൾ എവിടെ നിൽക്കുന്നു, നമ്മളെ കുട്ടികൾ എവിടെ നിൽക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായി? ഞാനിപ്പോ ചോദിച്ച കാര്യങ്ങളിൽ 1, 2, 3 ആവേശത്തിൽ ആൻസർ പറഞ്ഞ രക്ഷിതാക്കൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ആരും ഒന്നുമില്ല, ഒക്കെ മുണ്ടാട്ടം നിന്നു. പിന്നെ കുട്ടികൾ സജീവമായി. അപ്പൊ നമ്മള് ഇത് മതി, നമ്മൾ എവിടെ നിൽക്കുന്നു, അവരെവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ. നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഉള്ള ഇവിടുത്തെ തലമുറ അവർക്ക് എന്ത് വേണമെന്നറിയോ? അവര് മെയിനായിട്ട് എന്ത് വേണം? ബർഗർ വേണം. കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ, ഒരു 10ാം ക്ലാസ്, ഒരു +2 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബർഗർ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇതുകൂടി കിട്ടിയാൽ എന്തായി? അടിപൊളിയായി. അപ്പൊ നല്ലൊരു വണ്ടിയും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനുള്ള അവസരം ഉണ്ടായാൽ പിന്നെ അവർക്ക് പറന്ന് നടക്കാം, വേറൊന്നുമില്ല. ഈ ഒരു സംഭവത്തിലൂടെയാണ് നമ്മളെ കുട്ടികള് ഒക്കെ കടന്നു പോകുന്നത്. ശരി, ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, ഇത് MSM നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം നമ്മളെ കുട്ടികൾക്ക് വേണ്ടി രക്ഷിതാക്കളെയും കൂടി വിളിച്ച് രക്ഷിതാക്കളും കുട്ടികളും ഒരുമിച്ചിരുന്ന് നടത്തുന്ന ഒരു ചെറിയൊരു പ്രോഗ്രാം. പക്ഷെ നമ്മൾ ഇവിടെ, എനിക്ക് രക്ഷിതാക്കളോടും മാത്രമല്ല കുട്ടികളോട്, 2 കൂട്ടരോടും കൂടിയാണ് ചില കാര്യങ്ങൾ പറയാനുള്ളത്. ഇത് പറയുമ്പോൾ കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ കുട്ടികൾ മനസ്സിലാക്കണം, ഞങ്ങളെ കുറിച്ചാണല്ലോ ഞങ്ങളുടെ രക്ഷിതാക്കളോട്, പേരൻസിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതെന്ന് നിങ്ങളും ആലോചിക്കണം. അതേപോലെ തന്നെ അവരെ പറ്റി പറയുമ്പോൾ അവർ 2 കൂട്ടരും ആലോചിക്കാനുള്ള ചെറിയ 1, 2 കാര്യങ്ങളാണ് എനിക്ക് പിന്നെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. ഓക്കെ. ഇപ്പൊ നമ്മൾ ഇപ്പോഴത്തെ തലമുറ എവിടെ എത്തി നിൽക്കുന്നു എന്ന് വെച്ചാൽ, അവര് ഇവിടെയാണ് നമ്മള് രക്ഷിതാക്കളോട് പറയുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരു വചനം നമുക്ക് എല്ലാവർക്കും അറിയാം. യാ അയ്യുഹല്ലദീന ആമനു, പിന്നെന്താ? ചോപ്പിൽ എഴുതിയത് വായിച്ചോളി എല്ലാവരും. ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറ. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വചനമാണ്, നമ്മളെല്ലാരും കേട്ടതാണ്. സത്യവിശ്വാസികളെ എന്ന് കഴിഞ്ഞിട്ട് ആ റെഡിൽ എഴുതിയിരിക്കുന്നത് ഖൂ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണം എന്നാണ്. നിങ്ങൾ നിങ്ങളെ രക്ഷിക്കണം. വഅഹ്ലീകും, നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങൾ സംരക്ഷിക്കണം, പ്രൊട്ടക്ട് ചെയ്യണം. എന്തിൽ നിന്ന്? നാറ, നരകത്തിൽ നിന്ന്. അപ്പൊ ഇത് രക്ഷിതാക്കളായ ഉമ്മയോടും ഉപ്പയോടും പറയാണ്, നിങ്ങൾ മാത്രം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പോയ പോരാ, നിങ്ങളെ വീട്ടിലുള്ള നിങ്ങളുടെ മക്കളും നിങ്ങളെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അവരാരും നരകത്തിൽ പോകരുത്. ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറ, നിങ്ങളും നിങ്ങളുടെ വീട്ടിലുള്ള മുഴുവൻ ആളുകളും നരകത്തിൽ നിന്ന് നിങ്ങൾ അവരെ രക്ഷപ്പെടുത്തണം എന്നാണ്. അപ്പൊ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളത് നമ്മളുടെ രക്ഷിതാക്കളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്വമാണ്. നമ്മെ ഏതായാലും രക്ഷപ്പെടുത്തണം, നമ്മുടെ മക്കളെയും രക്ഷപ്പെടുത്തണം. അപ്പൊ നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളത് ആരെ പണിയാണ്? രക്ഷിതാക്കളുടെ പണിയാണ്, രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ നിങ്ങളൊക്കെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം, നിങ്ങളൊക്കെ സ്വർഗത്തിലാകണം എന്നാണ് ആരാഗ്രഹിക്കേണ്ടത്? രക്ഷിതാക്കള്.
ഞങ്ങൾ മാത്രം സ്വർഗത്തിൽ പോയി നിങ്ങളൊക്കെ നരകത്തിൽ പോയിക്കോട്ടെ എന്ന് ഞങ്ങൾ ആരെങ്കിലും പറയോ? ഇല്ല. അപ്പോ ഉമ്മയും ഉപ്പയും സ്വർഗത്തിൽ പോകണം, അതേപോലെ തന്നെ കുട്ടികളായ നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകണം. അപ്പൊ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നുള്ളത് രക്ഷിതാക്കളായ അവരുടെ ഉത്തരവാദിത്വമായി ഖുർആൻ പറഞ്ഞതാണ്. രക്ഷിതാക്കളെ, സത്യവിശ്വാസികളെ, നിങ്ങളെയും നിങ്ങളുടെ കുട്ടികളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി നിങ്ങൾ ഒരുക്കി കൊടുക്കണം. അപ്പൊ മക്കളായ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്, നമ്മുടെ ഉമ്മയോടും ഉപ്പയോടും അള്ളാഹു സ്ട്രോങ് ആയിട്ട് കൽപ്പിച്ച ഒരു കാര്യമാണ്, ഒരു കാരണവശാൽ നിങ്ങളുടെ കുട്ടികൾ വഴിതെറ്റിപ്പോകാൻ പാടില്ല, അവര് നരകത്തിലെത്താൻ പാടില്ല, അവരൊക്കെ സ്വർഗത്തിൽ പോകണം എന്ന് അള്ളാഹു നമ്മളെ ഉമ്മേനെ ഉപ്പനെയൊക്കെ പഠിപ്പിച്ചൊരു സംഗതിയാണ്. അപ്പൊ ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ ആലോചിക്കുന്നത്. 2 കാര്യങ്ങളാണ് നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള മാർഗം. നേരത്തെ പറഞ്ഞ ആയത്തിനെ വിശദീകരിക്കുന്ന 2 തഫ്സീറുകളാണ്. ഒന്ന്, ഖാല അലിയും റളിയല്ലാഹു അൻഹു ഫീ തഫ്സീരിഹ, ഈ ആയത്തിനെ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ എന്ന ആയത്തിനെ എങ്ങനെയാണ് കുട്ടികളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത്? 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അത്തിബൂഹും വഅല്ലിമൂഹും. 2 കാര്യങ്ങളാണ് രക്ഷിതാക്കൾ കുട്ടികളെ ചെയ്യേണ്ടത്. ഒന്ന്, അത്തിബൂഹും, നിങ്ങൾ അവരെ അദബ് പഠിപ്പിക്കണം. അദബ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, അദബ് എന്ന് പറഞ്ഞാൽ എന്താ? അദബ് എന്താ? അദബ് എന്ന് പറഞ്ഞാൽ മര്യാദ എന്ന് നമ്മൾ ഒറ്റ വാക്കിൽ പറയും. പെരുമാറ്റ മര്യാദകൾ, ആൾക്കാരോട് എങ്ങനെയാണ് ഇടപഴകേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, നമ്മൾ കോളേജിൽ എങ്ങനെയായിരിക്കണം, നമ്മൾ ഒരു ഓഫീസിൽ ചെന്നാൽ എങ്ങനെയായിരിക്കണം, മുതിർന്ന ആൾക്കാരോട് എങ്ങനെ സംസാരിക്കണം, അതേപോലെ തന്നെ കുട്ടികളോട് എങ്ങനെ പെരുമാറണം, ഇങ്ങനെയുള്ള ഒരു ബസ്സിൽ കയറിയാൽ എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യണം, നമ്മളൊരു ഓട്ടോറിക്ഷ കയറിയാൽ എങ്ങനെ പെരുമാറണം, ഒരു ഷോപ്പിൽ നമ്മൾ സാധനം മേടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി ചെന്നാൽ അവിടുത്തെ സെയിൽസ്മാനോട് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, പെരുമാറണം. ഇങ്ങനെ അദബ് എന്ന് പറഞ്ഞാൽ എത്തിക്കേറ്റ്സ് എന്ന് പറയും, സോഷ്യൽ എത്തിക്കേറ്റ്സ്, സാമൂഹ്യ പെരുമാറ്റ മര്യാദകൾ അല്ലെങ്കിൽ മാനേഴ്സ്. നമ്മൾ ആൾക്കാരോട് ഇടപഴകുമ്പോൾ ആണ് പെണ്ണിനോടും പെണ്ണ് ആണിനോടും, അതേപോലെ അന്യ നാട്ടുകാരോട്, സ്വന്തം കുടുംബക്കാരോട്, വീട്ടിലുള്ള പ്രായം ചെന്ന ആൾക്കാരോട്, നമ്മളെ പഠിപ്പിച്ച ആൾക്കാരോട്, ഇങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരുമായി എങ്ങനെയാണ് ഇടപഴകേണ്ടത് എന്ന് നമ്മളെ കുട്ടികളെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം. ഇന്നലെ രാത്രി 8 മണിക്ക് ഞങ്ങളുടെ നാട്ടിലെ അങ്ങാടിയിൽ ഞാൻ എൻ്റെ മകനെ മുടി വെട്ടിക്കാൻ വേണ്ടി ആ ബാർബർ ഷോപ്പിലേക്ക് കയറ്റി ഞാൻ പുറത്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ടേ എന്ന് പറഞ്ഞ 2 സ്കൂട്ടറുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നു. ആ സ്കൂട്ടറിൽ നിന്ന് ആരൊക്കെ കുട്ടികൾ തെറിച്ചു വീഴുന്നു. സ്കൂട്ടർ ഇങ്ങനെ നേരെ കുറേ നിരങ്ങി പോകുന്നു. അപ്പൊ ആൾക്കാരെല്ലാരും കൂടി കൂടിയപ്പോ ഈ കുട്ടികളൊക്കെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. കാലിന് അവിടെയൊക്കെ പരിക്കുണ്ട്. ഒരുത്തന്നെ സ്കൂട്ടർ മുന്നോട്ട് ആകെ പൊളിഞ്ഞു പോയി. അപ്പൊ മക്കളെ നിങ്ങൾ എവിടെയാണ്, എന്താ എങ്ങനെയെന്നൊക്കെ ചോദിച്ചപ്പോ അവിടുന്ന് ഏകദേശം ഒരു 6-7 കിലോമീറ്റർ അപ്പുറത്താണ് വരെ വീട്. ഒരു സ്കൂട്ടറിന്മേലുള്ള 2 ആൾക്കാർ. അപ്പൊ നിങ്ങൾ എന്തിനാ അവിടെ എത്തിയെന്ന് വെച്ചപ്പോ അവര് IT എക്സാം തുടങ്ങിയിട്ട് 10ാം ക്ലാസ്സുകാരുണ്ടതിൽ എന്താ IT എക്സാം തുടങ്ങി. അവർക്കുള്ള ശരിക്കുള്ള എക്സാം ഇന്നലെ മെനിയാന്ന് മുതൽ തുടങ്ങി. ഇനി നാളെ ഉണ്ട്. 2-3 ദിവസം കൊണ്ട് ഇവര് IT പ്രാക്ടിക്കൽ എക്സാം ഒക്കെ തീരും. അപ്പൊ IT എക്സാമിന് വേണ്ടി പഠിക്കാൻ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികള് വീട്ടിൽ നിന്ന് സ്കൂട്ടർ എടുത്ത് പോകുന്നതാണ്. ഇവർക്ക് ലൈസൻസ് ഉണ്ടാവും. 10ാം ക്ലാസ്സുകാർക്ക് ലൈസൻസ് ഉണ്ടാവും. 10ാം ക്ലാസ്സുകാർക്ക് ലൈസൻസ് കിട്ടൂല. 18 വയസ്സായാൽ ലൈസൻസ് എടുക്കണം. പക്ഷെ 10ാം ക്ലാസ്സുകാരനാണ്. ഈ കുട്ടികൾ അവിടുന്ന് ബേജാറായി. അപ്പൊ ഉപ്പാന്റെ ഫോൺ നമ്പർ വാങ്ങി. അപ്പൊ നോക്കുമ്പോൾ ഞങ്ങളെ തൊട്ടടുത്തുള്ള ഹൈസ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികളാണ്. ഇവര് അവിടുന്ന് തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് വായിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഉപ്പാന്റെ അടുത്തുനിന്ന് സ്കൂട്ടർ ഇപ്പൊ വരാറിന് പോകുന്നതാണ്. അപ്പൊ നമ്മളൊക്കെ ചിലപ്പോ അങ്ങനെ കൊടുക്കും. ഇപ്പൊ വരാന്ന് പറഞ്ഞാൽ അവിടെ പോയി ഇങ്ങോട്ട് വരാനല്ലേ എന്ന് വിചാരിച്ചു കൊടുക്കും. ഈ ചാൻസ് കുട്ടികൾ മുതലാക്കിയിട്ട് പിന്നെ 8 കിലോമീറ്റർ അപ്പുറത്താണ് ഇവരെത്തിയത്. അതെന്നെ ഇവന്റെ കൂടെ വേറെ ഒരുത്തനും കൂടി ഉണ്ട്. ആകെ പ്രശ്നമായില്ലേ. എന്തെങ്കിലും കയ്യോ കാലോ മുറിഞ്ഞിരുന്നെങ്കിൽ പ്രാക്ടിക്കൽ എക്സാം എന്നല്ല, അടുത്ത മാർച്ച് 4-ാം തീയതി 10ാം ക്ലാസ്സിന്റെ പബ്ലിക് എക്സാം തുടങ്ങുകയാണ്. അതും എഴുതാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോ വണ്ടി എടുത്തിട്ട് എന്ത് ചെയ്യണം? വണ്ടി ഇപ്പൊ എടുക്കാൻ പാടുണ്ടോ? ഇനി അഥവാ ഒന്ന് തന്നു, ഒന്ന് അവിടം വരെ പോയിട്ട് ഒരു ബുക്ക് വാങ്ങി വരാനാണ് കൊടുത്തത്. പക്ഷെ ഇവൻ ആ ബുക്ക് വാങ്ങി വരികയല്ല ചെയ്യുന്നത്.
പിന്നെ 5 കിലോമീറ്റർ അപ്പുറത്തേക്കാണ് ഇവിടെ എത്തുന്നത് 5 മിനിറ്റ് കൊണ്ട്. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യം ഉണ്ടായി. അപ്പോൾ എങ്ങനെ ആൾക്കാരോട് ഇടപഴകണം, എങ്ങനെ. അപ്പൊ ഈ 2 കുട്ടികളോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇവർ ആദ്യം ഒന്നും പറഞ്ഞില്ല. എവിടുന്നാണ്, എന്താണ്, എങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ ഒരു വേഗം സ്റ്റാർട്ട് ചെയ്ത് പോകാൻ നോക്കുക വണ്ടി. അപ്പൊ ഞങ്ങളെ കൂടി അവിടെ പിടിച്ചു വെച്ചു, നിങ്ങൾ അങ്ങനെ പോയി, നിങ്ങൾ എവിടുന്നാണ്, എന്താണ്, ആരെ മക്കളാണ്, നിങ്ങളെ ഫോൺ നമ്പറൊക്കെ താ. മറ്റവന്റെ വണ്ടി ആകെ പൊളിഞ്ഞിട്ടുണ്ട്, അപ്പൊ കേസാക്കാൻ പറ്റില്ല. കാരണം മറ്റവനും ഇതേപോലെ തന്നെ ഇവരെ ഈ 10ാം ക്ലാസ് അല്ല +1 ആണ്. ഇവരുടെ വണ്ടിയിൽ 3 ആളുണ്ട്. അപ്പൊ കേസാക്കിയാൽ ഈ 3 ആളും ഈ 2 ആളും 5 കുട്ടികളും കൊടുക്കും. പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയാൻ പറ്റൂല. അപ്പോഴാണ് ആകെ മേപ്പെട്ട് നോക്കി ബേജാറായി ഇവര് കരയാൻ തുടങ്ങി. കരഞ്ഞിട്ട് കാര്യമില്ല. എവിടെങ്കിലും തട്ടേ മുട്ടേ അപകടം പറ്റേ പോലീസ് കൈ കാണിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ സ്കൂട്ടർ കിട്ടിയാലൊന്ന് അടിച്ചു മിന്നാന്ന് വിചാരിച്ചിട്ട് മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ച് വീട്ടിൽ നിന്ന് മാമനോ അല്ലെങ്കിൽ ഉപ്പയോ എപ്പോഴെങ്കിലും ഒരു സ്കൂട്ടർ തന്ന് അങ്ങനെ പോയി എന്തെങ്കിലും പറ്റുമ്പോഴാണ് പിന്നെ ആകെ പ്രശ്നം ഉണ്ടാകുക. ജയിലിലായാലും ആരായിരിക്കും, ആരാ ജയിലിലാവുക? സ്കൂട്ടർ ആരതാണോ ആ സ്കൂട്ടറിന്റെ ഉടമ എന്നെ പോലീസ് പിടിക്കൂലേ? ഓക്കെ. അപ്പൊ എങ്ങനെ ആൾക്കാരോട് പെരുമാറണം, എങ്ങനെ ഇടപഴകണം, ആദ്യമായി അദബ് പഠിപ്പിക്കണം കുട്ടികളെ. അദബ് പഠിപ്പിക്കണം. രക്ഷിതാക്കളോട് പറയാം പെരുമാറേണ്ടത് എങ്ങനെയാണ്, ഉമ്മാനോട് എങ്ങനെ പെരുമാറണം, ഉപ്പാനോട് എങ്ങനെ സംസാരിക്കണം, കാക്കനോടും താത്തനോടൊക്കെ എങ്ങനെ സംസാരിക്കേണ്ടത് എന്നൊക്കെ പഠിപ്പിക്കണം. വഅല്ലിമൂഹും, നിങ്ങൾ അവർക്ക് നല്ല വിജ്ഞാനം, അറിവ് കൊടുക്കണം. ഇസ്ലാമികമായ വിജ്ഞാനം, ഇസ്ലാമികമായ അറിവ് മാത്രം ഉണ്ടായ പോരാ, പെരുമാറാനും രണ്ടും വേണം. അപ്പൊ ഒരാളുടെ കൾച്ചറും ഒരാൾക്ക് നല്ല പെരുമാറ്റ മര്യാദയും വേണം, നല്ല എഡ്യൂക്കേഷൻ ഉണ്ടാകണം. എഡ്യൂക്കേഷൻ ഉണ്ടായെന്ന് വിചാരിച്ചാൽ അദബ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അദബ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ദീനും വേണം, രണ്ടും വേണം. അപ്പൊ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായിട്ട് പറഞ്ഞതാണ്. രണ്ടാമതായി പറഞ്ഞു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലിമു, നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണം. വയസ്സിറു, നിങ്ങൾ എളുപ്പമാക്കണം, എന്നാ ബുദ്ധിമുട്ടാക്കരുത്. വളരെ ലളിതമായി സ്ട്രോങ് ആകാതെ നല്ല രീതിയിൽ സംസാരിക്കുക. വലാ തുഅസ്സിറു, ബുദ്ധിമുട്ടാക്കരുത്. വൈദാ ഗളിബ്ത, നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ, രക്ഷിതാക്കളോടാ പറയുന്നത് കേട്ടോ, ഉമ്മാനോടും ഉപ്പനോടും പറയാണ്, നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ എന്ത് ചെയ്യണം? ദേഷ്യം വന്നാൽ ഫസ്കുത്ത്. എന്താ ഫസ്കുത്ത് പറഞ്ഞ? വായ കൂട്ടി വെക്കണം, മുണ്ടാൻ പാടില്ല. ദേഷ്യം വന്നാൽ പിന്നെ ഒരു അക്ഷരം മിണ്ടരുത്, തൊള്ള തുറക്കരുത്. ദേഷ്യം വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യമാണ് പറഞ്ഞത്, കുട്ടികളെ നിങ്ങൾ വളർത്തുമ്പോഴും അവരെ പരിശീലിപ്പിക്കുമ്പോഴും അവരെ ഉപദേശിപ്പിക്കുമ്പോഴും അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ സതുപദേശം നൽകുന്നുണ്ട്. ഈ സതുപദേശം കൊടുക്കുമ്പോൾ ദേഷ്യം വന്നാൽ നിങ്ങൾ മിണ്ടണ്ടെന്നാണ്. വേഗം പൊയ്ക്കള. ദേഷ്യം വന്നാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂലെന്നെ എന്നൊക്കെ പറയും. ചിലപ്പോ കൈ കിട്ടുന്നത് എന്താണോ അതുകൊണ്ട് കിട്ടുന്ന സാധനം വെച്ചിട്ട് അടിക്കും. നടപ്പുറത്ത് ചെരുപ്പാണെങ്കിൽ ചെരുപ്പ്, ചൂലാണെങ്കിൽ ചൂല്, കയ്യിൽ ചട്ടകാണെങ്കിൽ ചട്ടകം, അല്ലെങ്കിൽ മൊബൈലിന്റെ ചാർജറിന്റെ വയറാണെങ്കിൽ വയറ്, എന്താണോ കയ്യിൽ കിട്ടുന്ന സാധനം ആ സാധനം കൊണ്ട്. ബെൽറ്റ് ആണെങ്കിൽ ബെൽറ്റിനോട് കിട്ടിയെന്ന് തോന്നുന്നുണ്ടല്ലേ? ബെൽറ്റ് ആണെങ്കിൽ ബെൽറ്റ്, ഇങ്ങനെ കൈ കിട്ടുന്ന സാധനമായിട്ടാണ് പിന്നെ അടിക്കാൻ നിൽക്കുക. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കുട്ടികളെ വളർത്തുമ്പോ, കുട്ടികളോട് പെരുമാറുമ്പോ ദേഷ്യം വന്നാൽ പിന്നെ നിങ്ങളൊരു അക്ഷരം ഉണ്ടായിരുന്നു. അത് ഉമ്മാര് മക്കളോട്, ഉപ്പമാര് മക്കളോട്, നേരെ തിരിച്ചും ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യനോടൊക്കെ ദേഷ്യം വന്ന വേഗം മിണ്ടാതെ വെക്കുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ വേഗം അവിടെ നിന്ന് പോയിക്കള, അവിടെ നിൽക്കരുത്. പിന്നെ തൽക്കാലം ഇറങ്ങിയിട്ട് എവിടേക്കെങ്കിലും പോവുക, അല്ലെങ്കിൽ വാതിലടച്ച് കുറച്ചു നേരം അവിടെ ഇരിക്കുക, എന്നിട്ട് ചൂടാറി ഒക്കെ റെഡി ആയിട്ട് ഇങ്ങോട്ട് പോരുക, അല്ലെങ്കിൽ പോയി ഒന്നും എടുക്കുക ചെയ്യാം. അപ്പൊ ദേഷ്യം വന്നാൽ നമ്മള് പിന്നെ ആ ദേഷ്യം പിടിക്കുന്ന അവിടെ നിൽക്കാൻ പാടില്ല എന്നാ. ആ സിറ്റുവേഷൻ അവിടെ നിന്ന് മാറണമെങ്കിൽ അവിടുന്ന് തൽക്കാലം വേറെ എങ്ങോട്ടെങ്കിലും പോവുക, അതല്ലെങ്കിൽ പോയിട്ട് ഒന്ന് ഒന്നും എടുത്ത് നല്ലോണം ഒന്ന് തണുക്കുക, അതല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, ഒരു അക്ഷരം പിന്നെ മിണ്ടരുത്. ഇല്ലെങ്കിൽ എന്താ പറയുക, ദേഷ്യം എന്ന് പറയുന്നത് അൽ ഗളബു മിന ശൈത്താൻ എന്നാണ്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കാണ് എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ദേഷ്യം എന്നുള്ള ഒരു ഇമോഷൻ നമ്മൾക്ക് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തണുക്കണമെങ്കിൽ കുറേ സമയം എടുക്കും. അതുകൊണ്ടാണ് ബ്ലഡൊക്കെ ആകെ ചൂടാകാതെ പറയാം അല്ലേ? ദേഷ്യം പിടിച്ച പിന്നെ ചൂടാകാൻ ശരീരം ആകെ ചൂടായി
നമ്മുടെ ബ്ലഡ് ചൂടായി, പിന്നെ മനുഷ്യൻ എന്താണ് ചെയ്യുന്നത് അറിയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ദേഷ്യം വരരുത്. ഓക്കെ, ഇനി നമുക്ക് പിന്നെ അതുകൊണ്ട് തന്നെ തർബിയത്തുൽ ഔലാദ്, പാരന്റിങ് എന്നുള്ളത്, കുട്ടികളെ വളർത്തുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഫിൽ ഇസ്ലാമി ജുസുഉം മിൻ സആദതിക് വസലാമതിക് വഖുറത്തു ഐൻ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാനം, ഏറ്റവും വലിയ സൗഭാഗ്യം. ഒരു മനുഷ്യന് വളരെ സുഖമാണ്, സമാധാനത്തിലാണെന്ന് പറയണമെങ്കിൽ കുറെ വണ്ടിയും കുറെ പൈസയും കുറെ ബിൽഡിങ്ങും കുറെ പിന്നെ സ്ഥലവും കുറെ ജോലിയൊന്നും ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. നേരെ മറിച്ച് മക്കൾ വളരെ നല്ല രീതിയിൽ വളരുന്നു എന്നറിയുമ്പോൾ ആണ് ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം ഉണ്ടാകും. മക്കൾ കേൾക്കുന്നുണ്ടോ? നിങ്ങളെ ഉമ്മക്കും ഉപ്പക്കും സമാധാനം ഉണ്ടാകണമെങ്കിൽ, സന്തോഷം ഉണ്ടാകണമെങ്കിൽ കുറേ പൈസ ഉണ്ടായിട്ടും കാറുണ്ടായിട്ടും ഒന്നും കാര്യമില്ല. നമ്മൾ നല്ല മക്കളാണോ, അവര് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടോ, അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാര്യങ്ങളൊക്കെ നല്ല നിലക്ക് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ ഇസ്ലാം പറഞ്ഞത് ഒരു മനുഷ്യന്റെ സൗഭാഗ്യമാണ് ആ കുട്ടികളെ. തർബിയത്തുൽ അത്ഫാൽ എന്ന് പറഞ്ഞാൽ പാരന്റിങ് ആണ്. നല്ല രീതിയിൽ കുട്ടികളെ വളർത്താൻ സാധിച്ചാൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഓക്കെ, ഇനി നമുക്ക് ചില കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മള് 3 ബോധം ആണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഞാൻ കുറച്ച് സമയം സംസാരിക്കുള്ളൂ. 3 ബോധം. എത്ര ബോധം? 3 ബോധം. അതിലൊന്നാമത്തത് കാലബോധമാണ്. കാലബോധം. റെഡി? കാലബോധം എന്ന് പറഞ്ഞാൽ ഏത് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ബോധം നമുക്ക് ഓരോരുത്തർക്കും വേണം. അതിന്റെ ചെറിയൊരു ബോധം നമ്മൾ തുടക്കത്തിൽ ഉണ്ടായി. നമ്മളെവിടെ, നമ്മളെ മക്കൾ എവിടെ. ഇനി ഒന്നുകൂടി ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ തലമുറ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞൊരു +2 അതല്ലെങ്കിൽ ഒരു ഡിഗ്രി തലത്തിലൊക്കെ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ എന്താണ് ഇപ്പൊ അവരുടെ അവസ്ഥ എന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പറഞ്ഞു പോയാൽ നമ്മൾ ഏത് കാലത്താണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവും. രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് പറഞ്ഞോളൂ, വായിക്കേ. കാര്യബോധം. ഒന്നാമത്തത് കാലബോധം, രണ്ടാമത്തത് കാര്യബോധം. ഈ ബോധമൊക്കെ നമുക്ക് ഉണ്ടാകണം. 3 ബോധം നമുക്ക് ഉണ്ടായാൽ മതി. മൂന്നാമത്തെ ബോധം പിന്നെന്താണ്? മൂല്യബോധം. അപ്പോ കാലബോധം, കാര്യബോധം, മൂല്യബോധം. ഈ 3 ബോധവും രക്ഷിതാക്കളായ നമുക്ക് ഓരോരുത്തർക്കും വേണം, കുട്ടികൾക്ക് വേണം. ഈ ബോധമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ആദ്യം രക്ഷിതാക്കൾക്ക് ഉണ്ടാകേണ്ട ചില ബോധം. ഓക്കെ, ഇനി നമുക്ക് നമ്മളിപ്പോ ജീവിക്കുന്ന ലോകം എവിടെയെന്ന് അറിയാം? എവിടെയാണ് ഈ ലോകം? ലോകം? ഈ ലോകം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോകത്താണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകം എന്ന് പറഞ്ഞാൽ ദിസ് വേൾഡ് അല്ല, പിന്നെന്താ? ഇലക്ട്രോണിക് വേൾഡ് ആണ്. ഇലക്ട്രോണിക് വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അത് കുറച്ച് കൂടി കോംപ്ലിക്കേറ്റഡ് ആയ സാധനമാണ്. ഞാൻ ഇപ്പൊ തൽക്കാലം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഈ ലോകത്തെ പറ്റി വല്ലാതെ വിശദീകരിക്കുന്നില്ല. ഓക്കെ, നമുക്ക് പിന്നെ നമ്മുടെ ലോകം ഏറ്റവും കൂടുതൽ ലോകം പുരോഗമിച്ചു എന്ന് നമ്മൾ പറയുന്ന 2 കാര്യമാണ്. ഒന്ന്, വാഹനങ്ങളുടെ കണ്ടുപിടുത്തം. വാഹനങ്ങളുടെ കണ്ടുപിടുത്തമാണ് ഈ ലോകത്തിന്റെ ഡെവലപ്മെന്റിൽ, ചേഞ്ചസിൽ സഡൻ ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടായത് വാഹനങ്ങളുടെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ്. കാരണം ലോകം മുഴുവൻ അതിവേഗതയിൽ മനുഷ്യന്മാർ ഈ വാഹനത്തിന്റെ കൂടെ തന്നെ മനുഷ്യന്മാരും സഞ്ചരിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മള് ഈ ലോകത്തിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പറയുന്നിടത്ത് ഡെവലപ്മെന്റ്, സഡൻ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടായത് ഒന്ന് വാഹനങ്ങളുടെ കണ്ടുപിടുത്തമാണ്. ഇതിൽ കുട്ടികൾക്കൊന്നും പരിചയമില്ലാത്ത ഒരു ചക്രമാണ് ആദ്യത്തെ 2-3 ചക്രം. നിങ്ങൾക്കറിയോ എന്തിന്റെ ചക്ര? സൈക്കിളിന്റെ. ഒരു കാലത്ത് റോട്ടിലൂടെ ഓടിയിരുന്ന വണ്ടികളുടെ ചക്രാണ് മരത്തിന്റെ ചക്രം. കാളവണ്ടി എന്ന് പറയും. കാളവണ്ടി. കാളവണ്ടിയുടെ ചക്രമായിരുന്നു അത്. പിന്നെ ടയറിന്റെ കണ്ടുപിടുത്തമാണ് വളരെ ദ്രുതഗതിയിലുള്ള പുരോഗതി ഉണ്ടായത്. പിന്നെ ഈ ലോകത്തുണ്ടായ 2ാമത്തെ പുരോഗതി അല്ലെങ്കിൽ സഡൻ ചേഞ്ച് നമ്മുടെ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചതോടു കൂടിയാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ എവിടെ എത്തി?
AI വേൾഡ് അല്ലേ? ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റിന്റെ ലോകത്താണ് നമ്മൾ ഉള്ളത്. കൃത്രിമമായ ബുദ്ധിയാണ്. അപ്പൊ കുട്ടികൾ ആരും ഭയപ്പെടുന്നു വേണ്ട. ഇപ്പൊ ഈ കോളേജിലൊക്കെ ചെന്ന് കോളേജിലെ കുട്ടികളോടൊക്കെ സംസാരിച്ച് അവർക്ക് ആകെ നിരാശയാണ്. കാരണം ഇനി ഞങ്ങളുടെ ഇലക്ട്രോണിക്സും ഞങ്ങളുടെ കമ്പ്യൂട്ടർ സയൻസും ഞങ്ങളുടെ ടെക്നോളജിയും എഞ്ചിനീയറിംഗും ഇതൊന്നും എവിടെയും ഒരു ചാൻസും ഇല്ല, ഞങ്ങൾ ഇനി പഠിച്ചിട്ട് കാര്യമില്ല, മുഴുവൻ ആർട്ടിഫിഷ്യൽ AI വന്നു കഴിഞ്ഞു, AI വന്നാൽ പിന്നെ നമുക്കൊന്നും ഇവിടെ അവസരങ്ങൾ ഉണ്ടാവില്ല എന്നൊക്കെ കുട്ടികളാകെ ഒരു പേടിക്കണ്ട. AI വന്നു വിചാരിച്ച് ഒരു സ്കോപ്പും നഷ്ടപ്പെടാൻ പോകുന്നില്ല. നമുക്ക് കൂടുതൽ പ്രതീക്ഷകളാണുള്ളത്. കാരണം അത് ആ പേരിൽ തന്നെ എന്തുണ്ടെന്ന് അറിയാം. ഒന്ന് ആർട്ടിഫിഷ്യലാണ്, റിയൽ അല്ല. ആണോ? അല്ല. അപ്പൊ മനുഷ്യ ബുദ്ധിയെ കവച്ചു വെക്കാനോ മനുഷ്യന്റെ ഒറിജിനൽ ഇന്റലിജന്റിനെ അതിജയിക്കാനോ ഒരിക്കലും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സാധനത്തിനും സാധ്യമല്ല എന്നുള്ള ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ്. അതുകൊണ്ട് നിങ്ങൾ AI വന്നു എന്ന് പറയുമ്പോഴേക്ക് ആരും ബേജാറായി പേടിക്കൊന്നും വേണ്ട. ഏതായിരുന്നാലും പക്ഷെ അതിന്റെ സാധ്യതകളും അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പല രംഗങ്ങളിലും നമുക്ക് ഉപയോഗപ്പെടുത്താമെന്ന് മാത്രം. ഇപ്പൊ ഇവിടെ എത്തി നിൽക്കുന്ന നമ്മളെ കുട്ടികളുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെ കൗമാരക്കാരായ ന്യൂജൻ തലമുറ, ന്യൂജൻ എന്ന് പറഞ്ഞാൽ ന്യൂ ജനറേഷൻ. നമ്മളെ പേരൻസ് ഒക്കെ പഴഞ്ചനാണ്, പഴയ ജനറേഷൻ. അപ്പൊ പഴയ ജനറേഷനെ പഴഞ്ചൻ എന്നും പുതിയ ജനറേഷൻ നമ്മൾ ന്യൂജൻ എന്നും പറയും. ഏതായിരുന്നാലും ഇപ്പൊ നമ്മളെ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളുടെ MSMന്റെ ക്ലാസ്സിലൊക്കെ വരുന്ന അല്ലെങ്കിൽ വരണമെന്ന് നമ്മൾ പറയുന്ന ഈ പ്രായത്തിലുള്ള നമ്മളുടെ മക്കളുടെ മനോഗതി ഒന്നാമത്തെ പ്രത്യേകത എന്താ? വായിച്ചോളി. രാത്രി ഏറെ നേരം ഉറങ്ങുന്നു, പറ്റുന്നത്ര രാത്രി ഏറെ നേരം ഉണർന്നിരിക്കുന്നു, പറ്റുന്നത്ര പകൽ ഉറങ്ങുന്നു. അപ്പൊ ഇന്ന് ഞായറാഴ്ച ആയിരുന്നു അല്ലേ? ഇന്നലെ രാത്രി 2 മണിക്കും 1 മണിക്കും ഒക്കെ കിടന്ന് എത്രയോ ആൾക്കാർ ഇതിലുണ്ടാവും. ഉറങ്ങിയ ആൾക്കാർ രാവിലെ 9 മണിക്കും 10 മണി വരെ കിടന്നുറങ്ങിയ ആൾക്കാരും ഉണ്ടാവും അല്ലേ? അപ്പൊ രാത്രി കുറേ ഉറക്കൊഴിഞ്ഞിരിക്കുക, മൊബൈലിൽ നോക്കിയിട്ടോ കമ്പ്യൂട്ടറിൽ നോക്കിയിട്ടോ എന്തെങ്കിലും കണ്ടിട്ട് രാത്രി 1 മണി 2 മണി വരെ ഇരിക്കുക. രാവിലെ ഇഷ്ടം പോലെ കിടന്നുറങ്ങുക. സ്കൂളും കോളേജും ഉണ്ടെങ്കിൽ വിളിച്ചുണർത്തിയാൽ വളരും, ഇല്ലെങ്കിൽ അങ്ങനെ ഉറങ്ങിയല്ലേ. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ചെറുപ്പക്കാരുടെ അവസ്ഥ. പിന്നെ ഓർക്ക് മതം വേണ്ട, ആദർശം വേണ്ട, ഖുർആൻ ക്ലാസ്സിന് പോകേണ്ട, MSM എന്ത് പള്ളിയിൽ പോയി എന്ത് സമ്മേളനം, അതിലൊന്നും വലിയൊരു കാര്യമൊന്നുമില്ല. മതത്തോടും താല്പര്യമില്ല. സുന്നി മുജാഹിദ് എന്ത് സുന്നി മുജാഹിദ് എന്ന് അപ്പോഴത്തെ കുട്ടികൾ ചോദിക്കുക, അങ്ങനെ എന്തോ ഉണ്ടോ എന്നുള്ള. അപ്പൊ മുസ്ലിം ആണെന്ന് മാത്രം അറിയാം. ഇപ്പൊ മുസ്ലിമായി ഹിന്ദു ആയി ക്രിസ്ത്യാനി വിചാരിച്ചൊന്നും ഒരു പ്രശ്നമില്ല, ഒക്കെ മനുഷ്യന്മാരല്ലേ, എല്ലാരും കണക്കല്ലേ എന്ന രീതിയിലാണ്. അപ്പൊ മതം, ആദർശം, ആരാധനകൾ ഇവയോടൊന്നും ഒരു താല്പര്യമില്ല. അത്ര പ്രത്യേക താല്പര്യമൊന്നുമില്ല. വേണമെങ്കിൽ പള്ളിയിൽ പോകാൻ നിസ്കരിക്കുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് അതിലൊന്നും വലിയ കഥയില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികൾക്ക് വേറെ പല ചിന്തകള്, എന്തൊക്കെയാണോ അവർ കാണുന്നത്, എന്തൊക്കെയാണോ വായിക്കുന്നത്, അവർ സൊസൈറ്റിയിൽ എന്തൊക്കെയാണോ കണ്ടുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള ഒരു പ്രത്യേകമായ ലോകത്തിലൂടെ അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതൊക്കെ വിശദീകരിക്കേണ്ടതാണ്. പിന്നെ ഇതിനേക്കാളും വലിയ രസമാണ് ആണുങ്ങൾ കാണാൻ ബാക്കിൽ നിന്ന് നോക്കിയാൽ പെണ്ണാന്ന് തോന്നും, തിരിഞ്ഞു നോക്കിയാൽ അവൻ ആൺകുട്ടിയായിരിക്കും. മുടി ഒന്നായിട്ട് നീട്ടിയിട്ട് ആണുങ്ങൾ മുടി നീട്ടുന്നു, പെൺകുട്ടികൾ മുടിക്ക് കളറടിക്കുന്നു, ചുരുളം മുടിയുള്ള ആൾക്കാർ നീട്ടുന്നു, നീളം മുടിയുള്ള ആൾക്കാർ ചുരുട്ടുന്നു അല്ലേ? ഇതൊക്കെ പൈസ കൊടുത്ത് ബാർബർ ഷാപ്പിലൊക്കെ പോയിട്ട് ചുരുണ്ട മുടിയായിരിക്കും. അത് കുറെ മണിക്കൂർ അവിടെ ഇരുന്നിട്ട് ഒരാഴ്ചത്തേക്ക് ഇത്ര 1000-2000 റുപ്യ എടുത്ത് അതൊക്കെ ഒന്നായിട്ട് ചുരുണ്ടത് നീട്ടും. നീളമുള്ളവരാണെങ്കിൽ അത് ചുരുട്ടും, അത് ചൂടാക്കി അതിന് കളർ കൊടുത്ത്. പെൺകുട്ടികൾ വരെ ഇപ്പൊ മുടിക്ക് കളർ കൊടുക്കട്ടെ എന്ന് അവർ ചോദിക്കും. എന്താ കളർ കൊടുത്താല്? എല്ലാരും കളർ കൊടുക്കണ്ടല്ലോ, പല സ്റ്റൈലൻ കളറുള്ള കളറുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മുടിക്ക് കൊടുത്തൂടെ എന്നൊക്കെ ചോദിക്കുന്ന കുട്ടികളുണ്ട്. ഓക്കെ. ഇപ്പൊ ആൺകുട്ടികള് പാന്റ് ഇങ്ങനെ നിലത്ത് വെച്ച് നടക്കും, പെൺകുട്ടികള് നെരിയാണിന്റെ മുകളിലാണ് പെൺകുട്ടികളെ പാന്റ് മുഴുവൻ. ഇത് കണ്ടില്ല നിങ്ങള്? കോഴിന്റെ കൊക്കിന്റെ ഒക്കെ കാല് പോലെ ഇങ്ങനെ ആ കാലും ഇങ്ങനെ കാണാം. എല്ലാവരും ചുരിദാറിന്റെ പാന്റും കാലും അങ്ങനെ പൊക്കി വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ തിരികി ഇങ്ങനെ വെക്കുക തോന്നുന്നു. അപ്പൊ പിന്നെ ഇറങ്ങുന്ന അങ്ങനത്തെ സാധനം. അപ്പൊ അങ്ങനെ കയറ്റി ഇത് എവിടുന്ന കിട്ടിയ ആൾക്കാരെ. അപ്പോഴത്തെ കാലം
നേരെ ഓപ്പോസിറ്റായി. ഓക്കെ, അതാ പെൺകുട്ടികൾ ശരീരഭാഗങ്ങൾ പുറത്തു കാട്ടുന്ന വസ്ത്രങ്ങൾ അണിയുന്നു. ആൺകുട്ടികൾ നല്ല കോട്ടും സൂട്ടും ടൈയൊക്കെ ഇട്ട് ഇൻസൈഡൊക്കെ ആക്കി ടൈയൊക്കെ കെട്ടി ഫുൾ കൈയൊക്കെ ഇങ്ങനെ നിറച്ച് ആൺകുട്ടികൾ അങ്ങനെ പോകുന്നു. പെൺകുട്ടികൾ നേരെ തിരിച്ചു. അങ്ങനത്തെ ഒരു ലോകത്താണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്. പിന്നെ സമപ്രായക്കാരോട് മിണ്ടുമ്പോൾ ഇംഗ്ലീഷിൽ മാത്രം സംസാരിക്കുന്നു. വലിയ കുട്ടികള്, കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികള് ഇനി അഥവാ ഒരു സംസാരിക്കുകയാണെങ്കിൽ തന്നെ അതേ പ്രായത്തിലും അതേ ക്ലാസ്സിലുള്ള കുട്ടികളോട് മാത്രമേ മിണ്ടുള്ളൂ. വേറെ കുടുംബക്കാരോ വന്നോ പോയോ വേറെ അങ്ങനെ ഒന്നുമില്ല. വീട്ടില് കുടുംബക്കാര് വന്നാലും വന്നില്ലെങ്കിലും ഒരു വന്ന് എത്ര സമയം ഇരുന്നാലും നമ്മൾ ആ റൂമിൽ തന്നെ. നമ്മളെ കൂട്ടുകാരായ ഫ്രണ്ട്സ് ആരെങ്കിലും വന്നാൽ മാത്രം അവരോട് സംസാരിക്കുന്ന ഒരു രീതി അങ്ങനെ മാറിപ്പോയി. കുട്ടികളൊക്കെ അങ്ങനെ മാറി. കുട്ടികൾ വേറെ ആരോടും സംസാരിക്കുന്നില്ല. ഓക്കെ, പലതരം ബന്ധുക്കൾ അംഗങ്ങളായ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മിണ്ടുന്നില്ല. ഈ കുട്ടികളൊക്കെ ചിലപ്പോൾ അവർക്ക് ഫോൺ ഉണ്ടാവും, വാട്സപ്പും ഗ്രൂപ്പൊക്കെ ഉണ്ടാവും. ഉമ്മയുടെ കുടുംബത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, ഉപ്പാന്റെ കുടുംബത്തിലുള്ള ഗ്രൂപ്പ് എന്തായാലും ഉണ്ടാവും. എന്തായാലും ഉണ്ടാവുമല്ലോ. ഈ രണ്ട് ഗ്രൂപ്പിലും ഫോണുള്ള നമ്മളെ മക്കളുണ്ടാവും. അതിൽ പല മെസ്സേജുകളും പല സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വരും. ഇവരത് കാണുന്നില്ല, അത് കേൾക്കുന്നില്ല, അത് നോക്കുന്നില്ല, അതിലൊരു അക്ഷരം മിണ്ടുന്നില്ല, അതിനൊന്ന് റിയാക്ട് ചെയ്യുന്നില്ല, ഒന്നുമില്ല. മാത്രല്ല ലാസ്റ്റ് സീൻ ഇവിടെ ഈ കുട്ടി ഫോൺ കണ്ടോ, നമ്മൾ അയച്ച മെസ്സേജ് നോക്കിയോ കണ്ടോന്ന് പോലും അത് വരെ ഓഫ് ചെയ്തിടും. എങ്കിലല്ലേ ഇത് ഈ കുട്ടി ഇത് കണ്ടോ, അത് എപ്പോഴാണ് നോക്കിയെന്നൊക്കെ അറിയാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് കുട്ടികൾ പോയി. പിന്നെ ആർക്കായാലും എപ്പോഴും പരസ്പരം ആരോടും പ്രണയവും ലൈംഗികതയും തോന്നുന്നത് തീർത്തും സ്വാഭാവികമായി കരുതുന്നു. അതിനിപ്പോ എന്താ പ്രശ്നം? അതിപ്പോ ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും എന്താ, എന്തിനാ കല്യാണം കഴിച്ചോളണം? എന്തിനാ കല്യാണം കഴിക്കുന്നത്? അല്ലേ, കല്യാണം കഴിക്കണമെന്ന് വെച്ചാൽ കുട്ടികളോട് എന്തിനാ കല്യാണം കഴിക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നീ കഴിക്കണമെങ്കിൽ തന്നെ ജോലിയൊക്കെ കിട്ടി സെറ്റപ്പായി സ്വന്തം കാലിൽ നിന്ന്. അപ്പൊ ഇതുവരെ മെഡിക്കൽ കോളേജിൽ വെച്ച് വേറെ കാലിൽ അവര് നടന്നെന്ന് വിചാരിക്കും. കോളേജിൽ നിന്ന് വേറെ കാലിട്ടുണ്ടോ, റെഡിമെയ്ഡ് കാല്. ജർമ്മനിയിലൊക്കെ വരുന്ന വലിയ 1.5 ലക്ഷത്തിന്റെ കാലൊക്കെ ഉണ്ടാവും. ആ കാലുമേലാണ് ഇത്ര കാലം വരെ നടന്നതെന്ന് വിചാരിക്കുമല്ലോ വർത്താനം കേട്ടാ. ഞാൻ എന്റെ സ്വന്തം കാലിൽ നിൽക്കാനായി ജോലിയൊക്കെ കിട്ടി, എല്ലാം റെഡിയായി സെറ്റപ്പായി, എന്നിട്ട് പിന്നെ ഒക്കെ കല്യാണം വേണമെങ്കിൽ കല്യാണം കഴിക്കും, ഇല്ലെങ്കിൽ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല, ഞാൻ സ്വന്തം ജീവിച്ചോളും. അപ്പോ വിവാഹത്തെ കുറിച്ച് ഒന്നും വേണ്ട. നീ വേണമെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ കൂടെ പോകും. അത് ഞാൻ കുട്ടിയാണെങ്കിലും വേണ്ടില്ല, പെൺകുട്ടിയാണെങ്കിലും വേണ്ടില്ല, ആരാണെങ്കിലും വേണ്ടില്ല എന്നൊരവസ്ഥയിലേക്ക് പോയി. എന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ പുതിയ ക്യാമ്പസുകൾ നമ്മൾ അമേരിക്കയിൽ അവിടെ ഇവിടെയൊക്കെ കേട്ടിരുന്നു. ഇപ്പൊ സ്വന്തം നാട്ടില് നമ്മളെ പരിസരത്തുള്ള ചില കോളേജിന്റെ ഹോസ്റ്റലുകൾ പോലും അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് വന്നു. ഇത് പിന്നെ പറയാതെക്കാൻ പറ്റൂല അല്ലേ? തൊട്ടേനും പിടിച്ചതിനും ഒക്കെ ദേഷ്യം പിടിക്കുക. നല്ലതും പറയാൻ പറ്റൂല, ചീത്തയും പറയാൻ പറ്റൂല, ഉപദേശിക്കാനും പറ്റൂല, എന്നാ വേണ്ട ഉണ്ടാകുന്നാലും അതും പറ്റൂല. എന്തിനാണ് ഇങ്ങനെ തട്ടിക്കയറി സംസാരിക്കണമെന്ന് അറിയില്ല, എന്തിനാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നതെന്ന് അറിയില്ല, എന്തിനാണ് ചൂടാകുന്നതെന്ന് അറിയില്ല. തൊട്ടേനും പിടിച്ചതിനൊക്കെ പൊട്ടിത്തെറിക്കുക. എന്താ ഇതിന് കാരണം? നല്ലൊരു മൂടുള്ള സമയം ഉണ്ടാവോ? അതും ഉണ്ടാവില്ല ചിലപ്പോ. ഈ മൂടുള്ള സമയത്ത് ആ രീതിയിൽ സംസാരിച്ചാലോ ചിലപ്പോൾ നേരെ ഉൾട്ടായിട്ട് ദേഷ്യം പിടിക്കും. ഇങ്ങനെയൊക്കെ ഒരു തലമുറ, ഒരു സൊസൈറ്റി, മക്കൾ വളർന്നു വരുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് എത്തി. വിവാഹം വേണ്ടെന്ന് വെക്കുന്നു. പൊരുത്തപ്പെടാത്ത ബന്ധങ്ങളിൽ നിന്ന് വേഗം വിടുതൽ. വിവാഹം തന്നെ വേണ്ടാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി അഥവാ കല്യാണം കഴിച്ചാൽ തന്നെ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ അപ്പൊ തന്നെ ഞാൻ പോവാ, എനിക്കിത് ശരിയാവില്ല, ഇതിനൊന്നും എനിക്കാവില്ല എന്ന് പറഞ്ഞിട്ട് വേഗം പോരാ. ചെറിയ നിസ്സാര കാരണം കൊണ്ട് ചെറിയ പ്രശ്നം ഉണ്ടായാൽ കല്യാണം, വിവാഹം എന്ന് പറഞ്ഞാൽ അത്രയും നിസ്സാരം. ഒരു കോഴ്സിന് ചേർന്നിട്ട് എനിക്ക് ആ കോളേജ് വേണ്ട, ഞാൻ വേറെ കോളേജിൽ പോവാണ്, അതേ കോഴ്സ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് പോരുന്ന പോലെ തൽക്കാലം ഒരു ബസ്സിൽ കയറി, ഈ ബസ്സിൽ കയറണം, അവിടെ ഇരിക്കുന്ന അടുത്ത ബസ്സിന് പോകാന്ന് പറയുന്ന പോലെ അത്രയും നിസ്സാരമായി വിവാഹ ജീവിതത്തെ കുട്ടികൾ കാണുന്നു. കല്യാണം കഴിച്ചാൽ തന്നെ ചെറിയ പ്രശ്നം ഉണ്ടായാൽ അവിടുന്ന് വേഗം രക്ഷപ്പെട്ട് ഒളിച്ചോടി പോരാ. ഓക്കെ, മാതാപിതാക്കളുടെ പല മൂല്യങ്ങളോടും പുച്ഛവും നിർവികാരതയും തോന്നുന്നു. മാതാപിതാക്കൾ, ഉപ്പമാരൊക്കെ ഓരോ സംഗതികൾ നല്ല നിലക്ക് നല്ല സമയത്ത് ഇങ്ങനെ പറയും. ഇത് പറയുമ്പോഴൊക്കെ അവർക്ക് പുച്ഛം, നിങ്ങളൊരു ആദർശം, നിങ്ങളൊരു പ്രസ്ഥാനം, നിങ്ങളൊരു ദീന്, കുറച്ച് ഓവറാ, ഭയങ്കരം. നമ്മൾ പറയുന്ന, രക്ഷിതാക്കൾ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും ഒന്നുകിൽ അവർ നിർവികാരതയോടുകൂടി കേട്ടിരിക്കും. എന്തോ പറഞ്ഞോട്ടെ, അതങ്ങനെ പറയും. ഉമ്മയൊക്കെ ഇങ്ങനെ പറയാന്നല്ലാതെ പറയുന്നവര് പറഞ്ഞോട്ടെ,
അത് കേട്ടില്ല എന്നൊന്നും അടിക്കുന്നില്ല, കേട്ടൊന്നും അടിക്കുന്നില്ല, അങ്ങനെ പറയുന്നു എന്ന് മാത്രം. ചില പുച്ഛം മനോഭാവം അങ്ങനെ ഒരാൾ പറഞ്ഞിട്ട് പോലും അതിനെ വളരെ പരിഹാസത്തോടു കൂടി പുച്ഛത്തോടു കൂടി തോന്നുന്ന ഒരു സാഹചര്യം ഇതൊക്കെ കുട്ടികളിൽ ഉണ്ടാവും. ഇത് പിന്നെ കുറച്ചുകൂടി പോസിറ്റീവാണ്. പിന്നെ സാധാരണ പനി വന്നാൽ ഡോക്ടറെ കാണണം, തലവേദന വന്നാൽ ഡോക്ടറെ കാണണം. അതേപോലെ മനസ്സിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് എനിക്കൊരു കൗൺസിലിംഗ് ആവശ്യമാണ്, എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ സ്വയം കുട്ടികൾ തോന്നുകയും അങ്ങനെ കൗൺസിലിങ്ങിന് വരികയൊക്കെ ചെയ്യുന്ന കുട്ടികൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നു. പിന്നെ ഇതോടുകൂടി ഈ ആൺ പെൺ സൗഹൃദങ്ങളുടെ പുതുവഴിയോരത്ത് മിക്സഡ് ഹോസ്റ്റലുകൾ വ്യാപകമാകുന്നു. ഇപ്പൊ കോളേജുകളിലൊക്കെ ഇഷ്ടം പോലെ മിക്സഡ് ഹോസ്റ്റലുകളാണ്. പലരും ഇപ്പൊ ഇന്നലെ മര്യാദ ഞാനൊരു ചർച്ച കണ്ടു. ആ ചർച്ചയിൽ കാര്യമായി കേരളത്തിലെ വളരെ പ്രശസ്തരാണെന്ന് പറയുന്ന വലിയ ബുദ്ധിജീവികളാണെന്ന് അവർക്ക് സ്വയം അവകാശപ്പെടുന്ന വനിതാ സംരക്ഷകരാണ്. മുസ്ലിം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, അവർക്ക് സ്വതന്ത്രമായി കൊടുക്കാനാണ് ഞങ്ങൾ ഈ തട്ടൊക്കെ ഒഴിവാക്കി ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന 2-3 ആൾക്കാർ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അങ്ങനെ സെപ്പറേറ്റ് ഹോസ്റ്റൽ വേണ്ട, ഒറ്റ ഹോസ്റ്റൽ മതി, എവിടെ എങ്ങനെ വെച്ചാൽ ജീവിച്ചോട്ടെ, അങ്ങനെ ആൺകുട്ടികൾ ബോയ്സ് ഹോസ്റ്റൽ ഗേൾസ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞ സമ്പ്രദായം വേണ്ട എന്ന് പറഞ്ഞ് ആ ഒരു ലോകത്തേക്ക് വരെ നമ്മൾ എത്തിയുന്നതാണ് വളരെ സങ്കടകരമായ അവസ്ഥ. ഈ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ കാലത്തെ കുറിച്ചൊരു ബോധം നമുക്ക് ഉണ്ടായോ? നമ്മുടെ കാലബോധമാണ്. ഓക്കെ, ഇനി നമുക്ക് കാര്യബോധം വേണ്ടേ? ഈ കാര്യം നമ്മളിങ്ങനെ പ്രശ്നങ്ങൾ പറഞ്ഞു, കാര്യങ്ങളിലേക്ക് നമ്മൾ പല പ്രശ്നങ്ങളും ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ നമ്മൾ എന്താകണം? നമുക്ക് സ്വയം സെൽഫ് മോട്ടിവേറ്റഡ് ആകണം. സെൽഫ് മോട്ടിവേറ്റഡ് ആകുക എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ പറ്റി നമ്മൾ ഓരോരുത്തരും സ്വയം ഒരു ബോധം നമുക്കുണ്ടാകണം. ഈ പറഞ്ഞതിൽ ഞാന് ഉൾപ്പെടാൻ പാടില്ല, എനിക്കത് ബാധകമല്ല, എൻ്റെ കാര്യത്തിലാണ് എനിക്ക് പഠിച്ചവൻ ഇവിടെ ജീവൻ തന്നു, ഞാനിവിടെ പഠിച്ച് എവിടെയെങ്കിലും ഒന്ന് എത്തിപ്പെട്ട് എനിക്ക് സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാകണം. അപ്പൊ അതുകൊണ്ട് രക്ഷിതാക്കളോ അധ്യാപകരോ നിർബന്ധിച്ചത് കൊണ്ടല്ല. രക്ഷിതാക്കൾ അങ്ങനെ നിരന്തരം പറയുന്നു, ഉമ്മ ഒരു ഭാഗത്തുനിന്ന് പറയുന്നു, ഉപ്പ വേറൊരു ഭാഗത്തുനിന്ന് പറയുന്നു, അതൊന്നല്ല. ടീച്ചേഴ്സ് അവിടെ എത്തിയാൽ അവിടെ നിന്നും പറയുന്നു. 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇപ്പോ സ്വൈര്യല്ല, ആരെ കണ്ടാലും ഇതെങ്ങനെ നടക്കുന്നത്, 10ാം ക്ലാസ്സിലല്ലേ, ഇവിടെ കാണുന്നല്ലേ, പോയി പഠിക്ക്. രാവിലെ എപ്പോ കണ്ടാലും, വൈകുന്നേരം കണ്ടാലും, രാവിലെ കണ്ടാലും, ഉച്ചക്ക് കണ്ടാലും, സ്കൂളിൽ രാവിലെ മോർണിംഗ് ക്ലാസ്, പിന്നെ വൈകുന്നേരം ഈവനിങ് ക്ലാസ്, പിന്നെ നൈറ്റ് ക്ലാസ്, പിന്നെ മോഡല്, അതിന്റെ മുമ്പ് പ്രീ മോഡല്, ഇല്ലേ, പിന്നെ ഒരു മോഡല്, പിന്നെ മോഡൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒന്നായിട്ട് കെട്ടുകൾ ഇങ്ങനെ. അപ്പൊ ഇതൊക്കെ നമുക്ക് വലിയൊരു ഭാരമായി തോന്നുന്നത് രക്ഷിതാക്കളും അധ്യാപകരും സൊസൈറ്റിയും നമ്മളെ പിന്നാലെ നടന്നിട്ടല്ല. ഞാൻ പഠിച്ച് എവിടെങ്കിലും എത്തിപ്പെട്ടാൽ എനിക്ക് അതുകൊണ്ട് കാര്യം. ഞാന് ഒരു മാസം മുമ്പ് മലപ്പുറം ജില്ലയിലെ, ഇത് കോഴിക്കോട് ജില്ല അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലുള്ള ഒരു പ്രശസ്തമായ ഒരു ഹയർ സെക്കൻഡറി സ്കൂളില് ഏകദേശം 300 കുട്ടികളുണ്ട്. ആ 300 കുട്ടികളുടെ രക്ഷിതാക്കൾ, പാരന്റ്സിനുള്ള ഒരു ക്ലാസ്സാണ്. ഏകദേശം ഒരു 200ന്റെ അടുത്ത് രക്ഷിതാക്കൾ വന്നിട്ടുണ്ടാവും. ആ സദസ്സിൽ വലിയൊരു സദസ്സാണ്, വലിയൊരു ഓഡിറ്റോറിയം. അപ്പൊ ഞാൻ അവിടെ ചോദിച്ചു, ഈ ഇരിക്കുന്ന രക്ഷിതാക്കളിൽ ഗവൺമെന്റ് ജോലിയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഗവൺമെന്റ് ജോലി, IAS കലക്ടറോ IPS അല്ലെങ്കിൽ വലിയ എഞ്ചിനീയറോ ഡോക്ടറോ മാത്രം ആകണമെന്നല്ല, എന്തെങ്കിലും ഒരു സർക്കാർ ജോലി, അടിച്ചു വാരുന്ന പണിയാണെങ്കിലും, അടിച്ചു വാരുന്ന പണി എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട പണിയല്ല, സ്വീപ്പർ തസ്തിക അല്ലെങ്കിൽ ലാസ്റ്റ് ഗ്രേഡ് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ MSc ഒക്കെ കഴിഞ്ഞ് MPhil ഒക്കെ കഴിഞ്ഞുള്ള ആൾക്കാരൊക്കെയാണ് ഇപ്പൊ ലിസ്റ്റിൽ വന്നിട്ട് പുതുതായിട്ടൊക്കെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്നത്. ഇപ്പൊ കഴിഞ്ഞ മാസം ഒരു ലേഡി MSc കെമിസ്ട്രി സെറ്റ്, അതേപോലെ തന്നെ BEd ഉള്ള ഒരു സ്ത്രീയാണ് ലാസ്റ്റ് ഗ്രേഡ് അടിച്ചു വാരുന്ന പണിക്ക് ജോയിൻ ചെയ്തത്. നിങ്ങൾക്കറിയാം, ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള്. അപ്പൊ അതൊരു മോശപ്പെട്ട ജോലിയല്ല, നല്ല ശമ്പളം കിട്ടുന്ന ജോലിയാണ്, പിന്നെ അവർക്ക് പ്രൊമോഷൻ ഉണ്ടാവും. എന്റെ വിഷയം അതല്ല. ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ജോലിയുള്ള ഇത്ര ആൾക്കാർ ഇതിലുണ്ടെന്ന് ചോദിച്ചു. 3 ആൾക്കാരെ കൈവന്നിച്ചു, വെറും 3 ആൾ. 200ഓളം രക്ഷിതാക്കള് അവിടെ. പിന്നെ +1 ചേർന്ന കുട്ടികളുടെ മാത്രം
രക്ഷിതാക്കൾ അവിടെ കൂടിയിട്ട് 3 ആൾക്കാരാണ് അവിടെ കൈപൊന്തിച്ചത്. അപ്പോ ആ പരിസര പ്രദേശം, മലപ്പുറം ജില്ല, ആ പരിസര പ്രദേശം, അവിടെ ആ രക്ഷിതാക്കളുടെ അവസ്ഥ നമ്മൾ എത്രമാത്രം വളരെ ഗൗരവത്തോടു കൂടി കാണുന്നത്. എന്നാൽ ഞാൻ അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ ഏകദേശം നമ്മുടെ ഇപ്പൊ ഈ ഇത് നടക്കുന്നതിന്റെ ഏകദേശം ഒരു പരിസരത്ത് ഇതേപോലത്തെ ഒരു മീറ്റിങ്ങിന് പോയി, ഒരു 3-4 കൊല്ലം മുമ്പാണ്. അവിടെ നിന്ന് ഞാൻ ഇതേപോലെ ചോദിച്ചപ്പോ, ഒരു +2-ന്റെ ഇതേപോലെ രക്ഷിതാക്കൾ വന്ന ഒരു ക്ലാസ് ആയിരുന്നു. അവിടെ ചോദിച്ചപ്പോ അവിടെ ഒരു 8-10 ആൾക്കാരല്ലാത്ത ബാക്കി മുഴുവൻ ആൾക്കാരും കൈകൊണ്ടിച്ചു. എല്ലാവരും ആ കൂടിയ ഒരു 100-150 ആളിൽ 10-15 ആളല്ലാത്ത ബാക്കി എല്ലാവരും കൈകൊണ്ടിച്ചു. അപ്പൊ എന്താ ഇതിന്റെ മാറ്റം? നമ്മൾ അവിടെയാണ് കുട്ടികളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഉയർന്നാൽ കുറച്ചൊക്കെ പ്രയാസം ഉണ്ടാവും, നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. പഠിക്കാൻ എളുപ്പ വഴി എന്ന് പറഞ്ഞ ഷോർട്ട് വേ എന്ന് പറഞ്ഞ ഒരു സംഗതി ഇല്ല. എളുപ്പത്തിൽ ജോലി കിട്ടാൻ, എളുപ്പത്തിൽ നമ്മൾ കുറുക്കു വഴികൾ ഇതിലില്ല. നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വരും, പഠിക്കേണ്ട സമയത്ത് നന്നായിട്ട് അധ്വാനിക്കേണ്ടി വരും, നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവും, അധ്യാപകരെ ഉപദേശിക്കും, രക്ഷിതാക്കൾ ഉപദേശിക്കും, അതൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ പഠിച്ച് എവിടെയെങ്കിലും ഒന്ന് എത്തിപ്പെട്ടാൽ അതുകൊണ്ടുള്ള ഗുണമാർക്ക്, അതുകൊണ്ടുള്ള മെച്ചമെന്ത് എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം നമ്മൾ മോട്ടിവേറ്റഡ് ആകണം. ഒരു സർക്കാർ ജോലി, ഗവൺമെന്റ് ജോലി, ചില ആൾക്കാരുടെ വിചാരം ഗവൺമെന്റ് ജോലി ഒന്നും ആർക്കും കിട്ടൂല എന്നാ. കിട്ടും. നമുക്ക് ഒരാൾക്ക് ഒരു ജോലി പോരെ, ഒരു ജോലി മതി. ഒരു ജോലി കിട്ടാൻ നിങ്ങൾ മെനക്കെട്ട് അധ്വാനിച്ച് അതിനു വേണ്ടി പരിശ്രമിച്ചാൽ ഇൻഷാ അല്ലാഹ് ഒരു ജോലി നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ ആരും മെനക്കെടുന്നില്ല. PSC പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പൊ LD ക്ലർക്കിന്റെ പരീക്ഷയ്ക്ക് വേണ്ടി 10ാം ക്ലാസ് ജയിച്ച കുട്ടികൾ 18 വയസ്സായവരോടൊക്കെ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞങ്ങൾ പള്ളിയിൽ വെള്ളിയാഴ്ച ഒരു ഖുതുബയിൽ ഫുള്ളായിട്ട് അതായിരുന്നു. രക്ഷിതാക്കളോടും കുട്ടികളോടൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞ് 18 വയസ്സ് പ്രായമായ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു കുട്ടി പോലും ഈ നാട്ടിൽ PSC പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാത്തവരുണ്ടാകരുത്. എന്നിട്ട് 2 കുട്ടികളെ അവിടെ ലാപ്ടോപ്പ് ഒക്കെ കൊടുത്ത്, നെറ്റ് കണക്ഷൻ കൊടുത്ത് പള്ളിന്റെ മുമ്പിൽ അവിടെ ഇരുത്തി. എന്നിട്ട് കുട്ടികൾ എല്ലാവർക്കും വന്നിട്ട് അവിടെ അപ്ലൈ ചെയ്യാം ജോലിക്ക്, അതിന്റെ PSCക്ക് വേണ്ടി. ഉടനെ തന്നെ അവിടെ ട്യൂഷൻ സെന്റർ തുടങ്ങി. അവിടുത്തെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് പള്ളിന്റെ കീഴിൽ. അപ്പൊ അങ്ങനെ ഒരു 10-100 കുട്ടികൾ വന്ന് ചിലപ്പോ ഒരു 5 ആൾക്കെങ്കിലും ആ ഒരു പരീക്ഷയിൽ 100-ൽ 5 ആൾക്കെങ്കിലും ആ ജോലി കിട്ടിയാൽ അത് വലിയൊരു ഗുണമായിരിക്കും. അപ്പൊ ഒരു സർക്കാർ ജോലി ഇപ്പൊ നമ്മൾ നേടിയെടുക്കുക, കിട്ടുക എന്നൊക്കെ ഉള്ളതും നമ്മൾ പഠിച്ച് എവിടെയെങ്കിലും ഒക്കെ എത്തിപ്പെടുക, ഒരു ഉന്നത സ്ഥാനത്ത് എത്തിപ്പെടുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും ഒരു അതാണ് ഞാൻ സെൽഫ് മോട്ടിവേറ്റഡ് ആകണം. നമുക്ക് സ്വയം ബോധം ഉണ്ടാകണം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ ഞാൻ ആരായിത്തീരണം, എന്തായിത്തീരണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മള് കാര്യബോധത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആ കാലബോധം കെട്ട കാലത്തിൽ നിന്നും നമ്മൾ മാറി നിന്ന് നമ്മൾ യഥാർത്ഥ കാര്യബോധത്തിലേക്ക് വരാൻ പോവാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് മുസ്ലിം കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മുമ്പിൽ ധാരാളം അവസരങ്ങളുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമ്മളെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് അല്ലെ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു 8 വർഷം മുമ്പ് ഒരു ജോലിക്ക് വേണ്ടി വേക്കൻസി റിപ്പോർട്ട് ചെയ്തു, പരസ്യം ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞു, എനിക്ക് പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു അവിടുത്തെ ഒരു DR, ഡെപ്യൂട്ടി രജിസ്ട്രാർ. അവർ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് ഒരാൾ പോലും ആ ജോലിക്ക് അപേക്ഷിക്കാൻ ആളുണ്ടായില്ല. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാൽ നിസ്സാര ജോലിയാണ്. പക്ഷെ ആ 2 ജോലി നിസ്സാര ജോലി, പക്ഷെ ആരും അപ്ലൈ ചെയ്യേണ്ടായില്ല. ഒന്നെന്താ ജോലി എന്നറിയോ? ടൈലറിങ് ഇല്ലേ? ടൈലറിങ് ഇപ്പൊ എന്താ ഗവൺമെന്റിൽ എന്ത് ജോലിയാ കിട്ടുക എന്ന് ആലോചിക്കും നമ്മൾ. നിങ്ങളൊക്കെ ചിലപ്പോൾ കേട്ടോ ഞെട്ടിയുണ്ടാവും, ടൈലറിങ്ങിന് എന്ത് ഗവൺമെന്റ് ജോലിയാണ്. എന്നാൽ എത്രയോ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഗവൺമെന്റ് സാധാരണ ക്ലർക്കുമാരെയും മാഷന്മാരെയും ഒക്കെ നിയമിക്കുന്ന മാതിരി ടൈലർമാരെ നിയമിക്കുന്നുണ്ട്. അവർക്ക് ആകെയുള്ള പണി മേശന്റെ വിരി അടിക്കുക, ജനലിന്റെ വിരി അടിക്കുക, അതേപോലെ തന്നെ പല സാധനങ്ങളും പാക്ക് ചെയ്യാനുണ്ടാവും. ആ പാക്ക് ഒന്ന് വക്കടിച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള ചെറിയ പക്ഷേ അവർ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്, സർക്കാർ ജോലിക്കാരാണ്. അപ്പൊ അതിന് ഗവൺമെന്റ് നടത്തുന്ന പരീക്ഷ പാസ്സാകണം. അപ്പൊ ടൈലറിങ് എവിടെങ്കിലും പോയിട്ട് ഏതെങ്കിലും ഒരു ചേച്ചി പഠിപ്പിക്കണമെങ്കിൽ അവിടെ പോയി പഠിച്ചാൽ പോരാ. ടൈലറിങ്ങിന് ഔദ്യോഗികമായി സർക്കാർ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റോട് കൂടിയ കോഴ്സുള്ള സ്ഥലം ഉണ്ടാവും. അവിടെ പോയിട്ട് പഠിച്ചാൽ അത് കിട്ടും. അല്ലാതെ കുറെ ടൈലറിങ് അറിഞ്ഞിട്ട് കാര്യമില്ല, അതിനുള്ള യോഗ്യത വേണം.
രണ്ടാമത്തത് ബുക്ക് ബൈൻഡിങ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. ബുക്ക് ബൈൻഡിങ് ആകെ 10-15 മിനിറ്റ് കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ജോലിയാണ്. പശ തേക്കണം, അത് തുന്നണം, എന്നിട്ട് അതിന്റെ ബാക്കിൽ കാലിക്കോ എന്ന് പറയുന്ന ഒരു തുണി ഉണ്ടാവും. രജിസ്റ്ററിന്റെ ഒക്കെ ബാക്കിൽ ഒരു ചോന്ന സാധനം കണ്ടിട്ടുണ്ടാവും. ഇനി കാലിക്കോ എന്ന് പറയും, കാലിക്കോ ബൈൻഡിങ്. അത് വെക്കണം, എന്നിട്ട് കട്ട് ചെയ്ത് അത് ഉണക്കാൻ വെച്ച് അതിനൊരു കോഴ്സ് ഉണ്ട്, ബൈൻഡിങ്ങിനുള്ള കോഴ്സ്. പ്രസ്സിലൊക്കെ പിന്നെ പ്രിന്റിംഗ് ഒക്കെ അതിന് ബന്ധപ്പെട്ട ഒരു കോഴ്സാണ്. ഈ ബൈൻഡിങ് കോഴ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് ജോലി കിട്ടും. പക്ഷേ അങ്ങനെ കോഴ്സ് കഴിഞ്ഞ ആൾക്കാരില്ലാത്തത് കൊണ്ടോ അവിടെ അപേക്ഷ കൊടുക്കാൻ ആളുണ്ടായില്ല. അപ്പൊ ചെറിയ ചെറിയ നിസ്സാരമായ ജോലികളുണ്ട്. ഇതൊക്കെ ഗവൺമെന്റ് ജോലിയാണ്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ മുമ്പിൽ ധാരാളം അവസരങ്ങളുണ്ട്. 12% നമുക്ക് പ്രത്യേകമായി മുസ്ലിങ്ങൾക്ക്, അതേപോലെ തന്നെ മറ്റു മൈനോറിറ്റി വിഭാഗങ്ങൾക്ക്, ആൾക്കാർക്കൊക്കെ റിസർവേഷൻ ഉണ്ടാവും. അപ്പൊ ഈ റിസർവേഷൻ ഒക്കെ വെച്ചിട്ട് നമ്മൾ കുട്ടികളെ മെനക്കെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും, ഒരു പ്രയാസമില്ല. അപ്പൊ ഓക്കെ, നമ്മള് നിരവധി അവസരങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കണം. അവസരങ്ങൾ നമ്മളെ മുമ്പിൽ ഇല്ലാന്ന് വിചാരിക്കരുത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എവിടെ പോകണം, എന്താകണം എന്നുള്ള ലക്ഷ്യം നമ്മൾ കൃത്യമായി നിർണ്ണയിക്കണം. ഓക്കെ, ലക്ഷ്യം നിർണ്ണയിക്കണ്ടേ? എന്താ ഗോൾ എന്ന് പറഞ്ഞാല് ലക്ഷ്യം. അലക്ഷ്യമായി ഇങ്ങനെ നടന്നാൽ പോരാ. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്താകണം, +2 കഴിഞ്ഞിട്ട് എന്താകണം, എനിക്ക് എവിടെ പോകണം, എന്താകണം എന്നുള്ള കുട്ടികൾക്ക് ഓരോരുത്തർക്കും കൃത്യമായൊരു ബോധ്യം വേണം. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 2 ലക്ഷ്യങ്ങളുണ്ട്. എത്ര ലക്ഷ്യം? 2 ലക്ഷ്യം. എന്താണ് ലക്ഷ്യം? ഒന്ന് ഓതി നോക്കി. റബ്ബന ആതിന, പിന്നെ ഫിദ്ദുനിയ ഹസനതൻ, പിന്നെ ബാക്കി വായിക്കി, വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം MSM നിങ്ങൾക്ക് ഇതേപോലുള്ള ഇഖ്റ പാഠശാലകളും യോഗങ്ങളും മീറ്റിങ്ങുകളും ഒക്കെ വെക്കുന്നത് നമുക്ക് 2 ലക്ഷ്യങ്ങളുണ്ട്. 2 ലക്ഷ്യം. ഒന്ന് നമ്മളുടെ അൾട്ടിമേറ്റ് എയിമാണ്, നമ്മളുടെ മെയിൻ ഗോളാണ്. അതാണ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ എന്ന് കഴിഞ്ഞിട്ട് വഫിൽ ആഖിറതി ഹസന. അപ്പൊ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നിരന്തരമായി പ്രാർത്ഥിക്കുന്നത് റബ്ബന, എന്റെ റബ്ബേ, ഞങ്ങളുടെ റബ്ബേ, ആതിന, ഞങ്ങൾക്ക് നീ നൽകണമേ, ഫിദ്ദുനിയ, എന്താ ഫിദ്ദുനിയ എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ, ഹസനതൻ, ഏറ്റവും നല്ല അവസ്ഥ. അപ്പൊ എനിക്ക് ദുനിയാവിൽ നല്ല ജോലി കിട്ടണം, നല്ലൊരു വീട് വേണം, നല്ല വാഹനം വേണം, നല്ലൊരു കുടുംബജീവിതം വേണം, എനിക്ക് രോഗങ്ങൾ ഉണ്ടാകരുത്, സമാധാനം വേണം, അത്യാവശ്യത്തിന് പൈസ വേണം, എല്ലാവിധ സുഖ സൗകര്യങ്ങളും. ദുനിയാവിൽ എന്തെല്ലാം സുഖ സൗകര്യങ്ങളുണ്ടോ ആ സുഖ സൗകര്യങ്ങളൊക്കെ ഏറ്റവും നന്നായി കിട്ടണം, നന്നായി അനുഭവിക്കാനും ആസ്വദിക്കാനും എല്ലാവിധ സുഖ സൗകര്യങ്ങളും. അതാണ് ദുനിയാവിൽ എനിക്ക് ഒരു നല്ല അവസ്ഥ ഉണ്ടാകണം. എന്നും കഷ്ടപ്പാടും, എന്നും പട്ടിണിയും, എന്നും പ്രയാസവും, എന്നും വിഷമങ്ങളും, ഒരിക്കലും കരകയറാത്തൊരവസ്ഥ ഉണ്ടാകരുത്. അപ്പൊ നമ്മൾ മാന്യമായി നല്ല ഒരു ദുനിയാവിൽ എല്ലാ അർത്ഥത്തിലും ഭൗതികമായി മെച്ചപ്പെട്ട ഒരു സാഹചര്യം റബ്ബേ നീ ഞങ്ങൾക്ക് നൽകണം. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അത് മാത്രം മതിയോ? പോരാ. വഫിൽ ആഖിറതി ഹസന, പരലോകത്തും നമ്മൾ രക്ഷപ്പെടണം. ദുനിയാവിൽ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, പരലോകത്ത് നമ്മൾ രക്ഷപ്പെടണം. വഖിന അദാബന്നാർ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയും വേണം. അപ്പൊ നമ്മൾ പരലോകത്തും രക്ഷപ്പെടണം, പരലോകത്ത് എന്തായാലും രക്ഷപ്പെടണം, ദുനിയാവിലും നമുക്ക് എന്ത് വേണം? നല്ലൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോ MSMന്റെ അല്ലെങ്കിൽ MGMന്റെ നമ്മളെ മക്കളോട് നമുക്ക് പറയാനുള്ളത്, നമുക്ക് 2 ലക്ഷ്യമാണ്. ആ 2 ലക്ഷ്യവും നമ്മൾ നേടണം. ആ 2 ലക്ഷ്യം എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ പഠിച്ച് നല്ലൊരു ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ എത്തിപ്പെടണം. അതോടുകൂടെ തന്നെ നമുക്ക് പരലോകത്ത് സ്വർഗം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അതിനെന്ത് വേണം നമുക്ക്? അപ്പൊ നമ്മൾക്ക് 2 ലക്ഷ്യം പറഞ്ഞു അല്ലേ? ആ 2 ലക്ഷ്യങ്ങളും നമ്മൾ നേടണം. ഇനിയാണ് നമ്മൾ മൂല്യബോധത്തിലേക്ക്, നമ്മൾ അതിനെന്ത് ചെയ്യണം? നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഈ ഇപ്പൊ ജീവിക്കുന്ന സാഹചര്യവും കാലവും കോലവും ഒക്കെ മനസ്സിലാക്കി അതിൽ നിന്ന് യഥാർത്ഥ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ അള്ളാഹുവിലുള്ള തവക്കുൽ, കണ്ടോ, യാ ഇബാദില്ലദീന അസ്റഫു അലാ അൻഫുസിഹിം
ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. നമ്മൾ ഒരിക്കലും അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടും, അല്ലെങ്കിൽ അള്ളാഹു നമ്മളെ കൂടെ ഉണ്ട് എന്ന വിശ്വാസം നമ്മൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഒരിക്കലും നമ്മൾ അള്ളാഹുവിലുള്ള ആ ഒരു ശുഭപ്രതീക്ഷ, അള്ളാഹുവിന്റെ കൂടെ അള്ളാഹു നമ്മളെ കൂടെ എപ്പോൾ ഉണ്ട് എന്നും എന്നെ അള്ളാഹു രക്ഷിക്കുമെന്നും ഞാൻ വിചാരിച്ച ലക്ഷ്യസ്ഥാനത്തേക്ക് അള്ളാഹു എന്നെ എത്തിക്കുമെന്നുമുള്ള ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അതിന് നമ്മൾ എന്ത് വേണം? നമ്മൾ റബ്ബിനോട് ശുക്ർ ചെയ്യുകയും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും നമ്മൾ നിരന്തരമായി അള്ളാഹുമായിട്ടുള്ള ബന്ധം നമ്മൾ നിലനിർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് നോക്കൂ നിങ്ങൾ, വമൻ യത്തഖില്ലാഹ് യജ്അൽ ലഹു മഖ്റജ. കുട്ടികളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മഖ്റജ് എന്ന് പറഞ്ഞാൽ അവിടെ ചുവപ്പ് മഷിയിൽ എഴുതി അല്ലേ? മഖ്റജ് എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം എന്താ അറിയോ? എക്സിറ്റ് ആണ്. എക്സിറ്റ് അല്ലേ? നമ്മള് ഈ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മഖ്റജ് എന്ന് കാണും, എക്സിറ്റ് ആണ്. എക്സിറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തു പോകാനുള്ള വഴിയാണ് അല്ലേ? അപ്പോ പുറത്തു പോകാൻ നമ്മൾ ഒരു ഓഡിറ്റോറിയത്തിൽ അല്ലെങ്കിൽ ഒരു ഹാളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആലോചിക്കും ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്നുള്ളതാണ്. കൂടി അവിടുന്ന് പുറത്തിറങ്ങുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പുറത്തേക്കുള്ള ഒരു തുറസ്, പുറത്തേക്കുള്ള ഒരു വഴി ഖുർആൻ പറഞ്ഞു. നോക്കൂ നിങ്ങൾ, വമൻ യത്തഖില്ലാഹ്, അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിൽ അടിയുറച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ആരാണോ, യജ്അൽ ലഹു, ആ വ്യക്തിക്ക് അള്ളാഹു ആക്കി കൊടുക്കും മഖ്റജ, ഒരു തുറസ്, ഒരു ഓപ്പൺ. അയാൾക്ക് അയാളുടെ ജീവിതത്തിൽ ഒരു ഓപ്പൺ ഉണ്ടാക്കി കൊടുക്കും. എവിടെയും അള്ളാഹു അയാളെ പ്രയാസപ്പെടുത്തില്ല, എവിടെയും അയാൾ ബുദ്ധിമുട്ടാവില്ല, ഒരു കാര്യത്തിലും അള്ളാഹു അവന് ഒരു തടസ്സവും ഉണ്ടാക്കില്ല. എല്ലാ കാര്യങ്ങളിലും വളരെ സ്മൂത്തായി, നല്ലൊരു ഓപ്പണിങ്, നല്ല സ്വതന്ത്രമായി മുന്നോട്ട് പോകാൻ ഒരു തടസ്സവും ഇല്ലാതെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയപ്പെട്ട് ജീവിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മൾ പല കാര്യങ്ങളിലും അതൊക്കെ ഇപ്പൊ ആരാ നോക്കുക? കുറച്ചൊക്കെ നുണ പറയണം, കുറച്ചൊക്കെ കള്ളത്തരം കാണിക്കണം, കുറച്ചൊക്കെ നിസ്കരിക്കാൻ വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ വിചാരിച്ചാൽ നമുക്ക് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവും. എന്നാൽ നമ്മൾ ഇത് വളരെ കണിശമായി നിസ്കാരം വിട്ടിട്ട് ഒരു പരിപാടിയില്ല. ടൂറിനൊക്കെ ഞാൻ പോരുന്നുണ്ട്, അതിനൊന്നും കുഴപ്പമില്ല. ഞാൻ ഫുട്ബോളിൽ കളിക്കും പോരാം, ടർഫിൽ ടൂർണമെന്റ് ഉണ്ടെങ്കിൽ അതിനും പോരാം, ടൂറിന് പോരാം, 10 ദിവസത്തെ ക്യാമ്പിന് പോരാം, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷെ നിസ്കാരത്തിന്റെ സമയം ഞാൻ നിസ്കരിക്കും. അത് എനിക്ക് നിസ്കരിക്കണം. അത് നിങ്ങളാരും നിസ്കരിക്കണേ, നിങ്ങൾ നിസ്കരിക്കണ്ട, പക്ഷെ എനിക്ക് നിസ്കരിച്ചേ പറ്റൂ. ഞാനിത് നിസ്കരിക്കണം. വെള്ളിയാഴ്ചയാണ്, എനിക്ക് പള്ളിയിൽ പോകണം, എനിക്ക് ജുമയിൽ പങ്കെടുക്കണം, ഞാൻ അതിന് പങ്കെടുക്കും. അങ്ങനെ ഒരു തരത്തിലുള്ള കോംപ്രമൈസും ദീനിന്റെ കാര്യത്തിൽ നമ്മളെ കൾച്ചർ വിട്ടിട്ടോ നമ്മളെ വിശ്വാസം വിട്ടിട്ടോ നമ്മളുടെ എല്ലാ തരത്തിലുള്ള നമ്മളുടെ ഈ ഒരു സംസ്കാരം വിട്ടിട്ട് ഒരു കോംപ്രമൈസും ഇല്ല. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ നിങ്ങൾ തയ്യാറായി, ഉറപ്പാണ് യജ്അൽ ലഹു മഖ്റജ, അള്ളാഹു അയാൾക്ക് ജീവിതത്തിൽ ഒരു നല്ലൊരു തുറസ് ഉണ്ടാക്കി കൊടുക്കും. എവിടെയും അവനെ പ്രയാസപ്പെടുത്തില്ല. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, വയർസുഖുഹു, ആ വ്യക്തിക്ക് ജീവിക്കാനുള്ള റിസ്ക്, ജീവിക്കാനുള്ള മാർഗം, അയാൾക്ക് ജീവിക്കാനുള്ള ഒരു ജോലി, അല്ലെങ്കിൽ അയാൾക്ക് ജീവിക്കാനുള്ള ആഹാരം, അത് മിൻ ഹൈസു ലാ യഹ്തസിബ്, അയാളുടെ കാൽക്കുലേഷനിൽ അപ്പുറം, അയാളുടെ കണക്കുകൂട്ടലിനേക്കാൾ അപ്പുറം അള്ളാഹു എങ്ങനെങ്കിലും അയാൾക്ക് ജീവിക്കാനുള്ള വഴി അയാൾ ഉണ്ടാക്കി കൊടുക്കുന്ന. ഇപ്പൊ നമ്മൾ വിചാരിക്കും, എങ്ങനെയാ ഇപ്പൊ കുട്ടികളൊക്കെ പോറ്റുക, എങ്ങനെ ഇവരൊക്കെ വളർത്തുക, എങ്ങനെ ഇവരൊക്കെ കല്യാണം കഴിപ്പിച്ചു വിടുക, എങ്ങനെ ഇവർക്കൊക്കെ വീടുണ്ടാക്കി കൊടുക്കുക, നമ്മൾ എങ്ങനെയാണ് ജീവിക്കുക എന്നൊക്കെ വെറുതെ പ്രയാസപ്പെടേണ്ട. അള്ളാഹു നമുക്കും നമ്മളെ മക്കൾക്കും അവർക്കൊക്കെ ജീവിച്ച് എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടാനുള്ള ഒരു മാർഗം അള്ളാഹ് ഉണ്ടാക്കി കൊടുക്കും. അതിനെന്ത് വേണം? അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന കുട്ടികളാണോ നിങ്ങൾ, എന്തായിരുന്നാലും അള്ളാഹു നിങ്ങൾ എവിടെയെങ്കിലും എത്തിച്ചു തരും. ഇതൊക്കെ അവിടെ ഒഴിവാക്കിയിട്ട് നമ്മൾ വേറൊരു വഴിക്ക് പോയാൽ ഒരിക്കലും നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കുട്ടികളെ, നമ്മളുടെ റിലേഷൻഷിപ്പ്, നമ്മളുടെ കുടുംബ ബന്ധങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മളുടെ രക്ഷിതാക്കളിൽ ഏറ്റവും കൂടുതൽ ഇന്റിമസിയോട് കൂടി പെരുമാറേണ്ടതും അവരോട് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കേണ്ടതൊക്കെ ആരോടാണ്? ഏറ്റവും കൂടുതൽ ആരോടാ? ഉമ്മയോട്. പിന്നെയും ഉമ്മയോട്, പിന്നെയും ഉമ്മയോട്. ഇതില് കുത്തിയില്ല.
അപ്പൊ നമ്മുടെ ഉമ്മമാരോട് നമ്മൾ എത്രമാത്രം അറ്റാച്ച്ഡ് ആകണം, എത്രമാത്രം അവരോട് സ്നേഹം കാണിക്കണം, എത്രമാത്രം അവരോട് നമ്മൾ അടുത്തിടപഴകണം. അതേപോലെ തന്നെ 3 പ്രാവശ്യം കഴിഞ്ഞിട്ടാണ് പിന്നെ ഉപ്പമാരെയും പറഞ്ഞത്. അപ്പൊ ഉമ്മയും ഉപ്പയും മാതാപിതാക്കൾ ആ ഒരു ബന്ധം ഞാൻ ഇങ്ങനെ പറഞ്ഞു പോവാണ്, നമ്മളെ സമയത്തിന് മുമ്പ് തീർക്കണം എന്നതുകൊണ്ട്. ഓക്കെ, എന്താണിത്? പ്രയർ ഈസ്, ഒന്ന് ഉറക്കെ പറഞ്ഞ്, ഉറക്കെ ജീവല്ല. പ്രയർ ഈസ് പവർ. നല്ല പവർ വേണം. പ്രാർത്ഥനയേക്കാൾ വലിയ ശക്തിയുള്ള ഒരു സാധനമില്ല. നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആരോട് നമ്മൾ പ്രാർത്ഥിക്കാം? അള്ളാഹുവിനോട്. നമ്മൾ അള്ളാഹുവിനോട് അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥന എന്താണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹു നമുക്ക് നേരിട്ട് ഇങ്ങോട്ട് തരുന്നത് നമ്മൾ അനുഭവിക്കും ശരിക്കും. അങ്ങനെ നമുക്ക് അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ കഴിയണം. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ, അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ പവറുള്ള, അതിനേക്കാളും വലിയ ശക്തിയുള്ള വേറൊരു സാധനമില്ല. അപ്പൊ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് ക്ലിയർ ആവണം, നമ്മൾ നല്ല കുട്ടികളാകണം. നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ കൈകൾ ഉയർത്താനും അള്ളാഹിനോട് ചോദിക്കാനും നമ്മളെ മൈൻഡ് ചെയ്യാനും പറ്റിയ മക്കളായി തീരുന്ന നമ്മള് മൈൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അള്ളാഹിനെ മൈൻഡ് ചെയ്ത് നല്ല കുട്ടികളായി ജീവിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് അള്ളാഹു നമ്മൾ ചോദിക്കുന്നത് തരും, യാതൊരു സംശയമില്ല. പക്ഷെ നമുക്ക് അതിൽ വിശ്വാസം ഉണ്ടാകണം. അതാണ് പ്രയർ ഈസ് പവർ. ഉറക്കെ പറയും. ഓക്കെ, ഇനി നമ്മളുടെ ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താണ്? നമ്മൾ പരീക്ഷകളെ ബേജാറാക്കാൻ പറയല്ല. പരീക്ഷ എന്ന് പറഞ്ഞാൽ പിന്നെ വളരെ ഈസി ആയിട്ടും വളരെ ഫ്രീ ആയിട്ടും നമുക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് നിങ്ങൾ പരീക്ഷ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും ബേജാറാണ് കേട്ടോ. ജസ്റ്റ് നിങ്ങൾ പല ക്ലാസ്സുകളും പലതും കേട്ടതായിരിക്കും, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാന്ന് മാത്രം. ഓക്കെ, ഒന്ന് എന്താണ്? സ്റ്റാർട്ട് പ്രിപ്പറേഷൻ ഏർലി. ഇനിയിപ്പോ 10ാം ക്ലാസ്സോട് പറഞ്ഞിട്ട് കാര്യമില്ല. +2 എക്സാം തുടങ്ങാനായി. ബാക്കിയുള്ളവർ എക്സാം ഇൻഷാ അല്ലാഹ് അടുത്ത മാസം തുടങ്ങും. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് വേണമെന്നറിയോ? ഒരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 2-3 ടൈപ്പ് പ്രിപ്പറേഷൻ ഉണ്ട്. ഏതൊരു സംഗതിക്കും നേരത്തെ ഒരുങ്ങണം. ഞാനിപ്പോ ഈ സ്ലൈഡൊക്കെ ഇവിടെ കാണിക്കണം എന്നുള്ളത് നേരത്തെ ഒരുങ്ങി എല്ലാം സെറ്റാക്കി വെച്ചെങ്കിലേ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടുന്ന് കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഇവിടെ വന്നിട്ട് അത് ഉണ്ടാക്കാൻ നിന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഈ പ്രൊജക്ടറും ഈ സാധനമൊക്കെ ഇവിടെ കണക്ട് ചെയ്ത് റെഡിയാക്കി വെച്ചതുകൊണ്ടാണ് ഞാൻ വന്നപ്പോ തന്നെ അതിൽ കണക്ട് ചെയ്ത് അതിലേക്ക് ചെയ്യാൻ കഴിഞ്ഞത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്റ്റാർട്ട് പ്രിപ്പറേഷൻ ഏർലി, ദെൻ പ്ലാൻ യുവർ സ്റ്റഡീസ്. കേട്ടോ, കുട്ടികളോടൊക്കെ പറയാനുള്ളത് ഇതൊക്കെ 10ാം ക്ലാസ് +2 ബന്ധപ്പെട്ടാണ്. ഡോണ്ട് വെയിറ്റ് ഫോർ ദ ഹാൾ ടിക്കറ്റ് ഓർ അഡ്മിറ്റ് കാർഡ്. ചില കുട്ടികൾ ഹാൾ ടിക്കറ്റ് കിട്ടിയിട്ടാണ് ഞാൻ നേരത്തെ PSC പറ്റി പറഞ്ഞില്ലേ? PSC കുറച്ച് മുതിർന്നവരോടാ പറയുന്നത്. ഈ PSC പരീക്ഷയ്ക്ക് പലരും അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഇവരിതിനെപ്പറ്റി ആലോചിക്കാൻ എപ്പോഴാ അറിയോ? ഹാൾ ടിക്കറ്റ് വരും, പരീക്ഷ അടുത്ത 15ാം തീയതി എക്സാം ഉണ്ട്, ഹാൾ ടിക്കറ്റ് നെറ്റിൽ വന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കണം എന്ന് പറയുമ്പോഴാണ് ഇതിന് ഗൈഡ് വല്ലതും ഉണ്ടോ, ഇതെന്താ വായിക്കേണ്ടത്, ഇതിന്റെ സിലബസ് എന്താണ് എന്നൊക്കെ പലരും നമ്മളെ ആൾക്കാരൊക്കെ നോക്കുന്നത് ഹാൾ ടിക്കറ്റ് കിട്ടിയിട്ടാണ്. അങ്ങനെ പോരാ, നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങി നേരത്തെ ആക്കിയാൽ മതി. ഓക്കെ, 10ാം ക്ലാസ്സുകാരി എത്ര ആളുണ്ട് ഇവിടെ? 10ാം ക്ലാസ് ഒരാൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, 2-3 ആൾക്കാർ. ഓക്കെ, നിങ്ങൾ എപ്പോഴേ ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനി വല്ലാതെ നിങ്ങള് പഠിക്കാൻ നിൽക്കുന്നതിനൊക്കെ ഉപരിയായി പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർക്കാനും പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തിയാൽ മതി. കാരണം ഒരു 3-4 കൊല്ലത്തെ അതിൻ്റെ ഇടയിലുള്ള കൊറോണ സമയത്തുള്ള 2-3 ക്വസ്റ്റ്യൻ ഉണ്ടാവും, അത് നിങ്ങൾ വല്ലാതെ ഉപയോഗിക്കണ്ട. അതായത് 2019 and 20 അല്ലെ, 2020 and 21 അങ്ങനെ തോന്നാണ് അല്ലേ? ആ കൊറോണ സമയത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അന്ന് കുറഞ്ഞ മാർക്കിലായിരുന്നു. അപ്പൊ അതിൽ വല്ലാതെ കാര്യമാക്കണ്ട. അതിനേക്കാൾ ഉപരിയായി തൊട്ട് കഴിഞ്ഞ വർഷത്തെ, അതിന് മുമ്പത്തെ വർഷത്തെ, അതിന്റെ മുന്നേക്കുള്ള വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം, ഒരേ പാറ്റേൺ, ഒരേ സാധനങ്ങൾ, ഒരേ സംഭവം. ഇംഗ്ലീഷിലാണെങ്കിൽ എല്ലാം ഒരേ സംഭവമായിരിക്കും, എല്ലാം ഒരേ സാധനങ്ങൾ. അപ്പോ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയും ഇനി പുതുതായിട്ട് നിങ്ങളൊന്നും പഠിക്കാൻ നിൽക്കണ്ട കേട്ടോ. പുതുതായിട്ടൊന്നും പഠിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഇതെല്ലാവർക്കും ബാധകമാണ്.
കുട്ടികൾ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ ചായ കുടിച്ച് കഴിയുമ്പോൾ നമ്മളെ ക്ലാസ് കഴിയും കേട്ടോ. ചായ വേഗം കുടിച്ചിരുന്ന നമ്മളെ ക്ലാസ് അപ്പോഴേക്കും നമ്മൾ അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ പോയിന്റ് നോക്കുക, റൈറ്റ് ദ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഇൻ ദ നോട്ട് ബുക്ക്. ചെറിയ മക്കൾക്കല്ല, കുറച്ചൊരു 8ാം ക്ലാസ്സിന്റെ മുകളിലുള്ള എല്ലാവർക്കും പഠിക്കേണ്ടവർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വായിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒരു നോട്ട് ബുക്കിൽ എഴുതുക. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ കുട്ടികളിൽ മഹാഭൂരിഭാഗത്തിനും ടെക്സ്റ്റ് ബുക്ക് അതേപോലെ സ്കൂളിൽ നിന്നുള്ള നോട്ട് ബുക്ക് അല്ലാതെ അവനവന്റെ സ്വന്തമായ ഒരു നോട്ട് ബുക്ക് പല കുട്ടികൾക്കും ഇല്ല. അവിടെയാണ് പ്രശ്നം. ടീച്ചേഴ്സ് സ്കൂളിൽ നിന്ന് നോട്ട് തരും, അത് നമ്മുടെ സ്കൂളിലത്തെ നോട്ട് ബുക്ക്, അതേപോലെ ടെക്സ്റ്റ് ബുക്ക്. ഇത് രണ്ടിനും പുറമെ ഇത് രണ്ടും വായിച്ചിട്ട് നമ്മളുടേതായ ഒരു നോട്ട് ബുക്ക് നമുക്ക് ഉണ്ടാകണം. അത് നോട്ട് ബുക്ക് തന്നെയാണെന്നില്ല, നോട്ടീസിന്റെ പുറകിലായാലും മതി, വേറെ എന്തെങ്കിലും സാധനം ആയാലും മതി, A4 ന്യൂസ് പ്രിന്റോ എന്തെങ്കിലും ഒരു സാധനം പിൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ നമ്മളുടേതായ ഒരു നോട്ട് എഴുതി ഉണ്ടാക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് ഉറങ്ങണം കേട്ടോ കുട്ടികള്. ഇപ്പോഴത്തെ കുട്ടികൾ ഉറങ്ങുന്നുമില്ല എന്നുള്ളതാണ് പ്രശ്നം. നന്നായിട്ട് ഉറങ്ങണം, അതേപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം, നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. എന്തൊക്കെ പറഞ്ഞ് നന്നായിട്ട് ഉറങ്ങണം, പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം, പിന്നെ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. നന്നായിട്ട് ഉറങ്ങാന്ന് പറഞ്ഞാൽ ഒരു 9:30-10 മണിയാകുമ്പോഴേക്ക് സാധാരണ ഒരു 10ാം ക്ലാസ് അല്ലാത്ത ഒരു 9 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഒരു 9-10 മണി 9:30-10 മണിയിൽ അപ്പുറം എന്തായാലും പോകരുത്. എന്തായാലും നിങ്ങൾ ഉറങ്ങിയിരിക്കണം. നല്ല ഉറക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ വൈകുന്നേരം നന്നായിട്ട് കുളിക്കണം, അല്ലെങ്കിൽ ശരീരം നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകണം, എന്നിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കണം. പകല് സമയത്ത് നന്നായിട്ട് വെള്ളം കുടിക്കണം. ഈ അടുത്ത കാലത്ത് ഒരു ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എന്താണ് കുട്ടികളോടൊന്നും കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാത്ത, നിങ്ങൾ ഇങ്ങനെ ക്ലാസ് എടുക്കാനൊക്കെ പോകുന്ന ആളല്ലേ, അപ്പൊ എന്താ സർ കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ കാര്യം എന്താന്ന് ചോദിച്ചപ്പോ, സ്കൂൾ കുട്ടികൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ കിഡ്നി രോഗികളായിട്ട് സ്കൂൾ കുട്ടികളെ കൊണ്ടുവരുന്നു. കിഡ്നി രോഗികൾ, കിഡ്നിക്ക് തരാറ് എന്താ സംഭവം എന്ന് വെച്ചാൽ, അപ്പൊ കുട്ടികളോട് നമ്മൾ ചോദിക്കും, കുട്ടികളെ ഡോക്ടർ പറയാണ് വെള്ളം കുടിക്കില്ല എന്ന് ചോദിച്ചാൽ, വെള്ളം കുടിച്ചാൽ മൂത്രം വയ്ക്കേണ്ടി വരും സർ. അപ്പൊ വീട്ടിൽ നിന്ന് രാവിലെ വന്നിട്ട് സ്കൂള് വിട്ട് വീട്ടിലെത്തിയിട്ട് മൂത്രമൊഴിക്കുന്ന എത്രയോ കുട്ടികളുണ്ട്. ഒരുത്തറുള്ള ചെറുപ്പത്തിലുള്ള ചെറിയ കുപ്പി ഉണ്ടാവും, ആ വെള്ളം തന്നെ മുഴുവൻ കുടിച്ചിട്ടുണ്ടാവില്ല. ആൺകുട്ടികളും പെൺകുട്ടികളും നല്ല പച്ചവെള്ളം ദിവസം നന്നായിട്ട് വെള്ളം കുടിക്കണം, മൂത്രമൊഴിച്ച് പോകണം. സ്കൂളിൽ നിന്ന് മൂത്രമൊഴിക്കാൻ സംവിധാനം ഉണ്ടാവും, ഇല്ലെങ്കിൽ അതിന് സംവിധാനം ഉണ്ടാക്കി തരാൻ പറയണം. നല്ല ടോയ്ലറ്റുകൾ ഉണ്ടാവണമെന്ന് പറയണം. എന്നിട്ട് മൂത്രമൊഴിക്കേണ്ടി വരുന്ന വിചാരിച്ചിട്ട് വെള്ളം കുടിക്കാതിരിക്കുന്നു. കിഡ്നി കംപ്ലൈന്റ് ആയിട്ട് കുട്ടികൾ ഹോസ്പിറ്റലൈസ് ആവുന്നു. അപ്പൊ അതുകൊണ്ട് പച്ചവെള്ളം നന്നായിട്ട് കുടിക്കണം, അതേപോലെ തന്നെ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം എന്ന് പറഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ദ കിങ് എന്നാ പറയാ. രാവിലെ നിങ്ങൾ എത്ര ട്യൂഷൻ ഉണ്ടെങ്കിലും എത്ര തിരക്കുണ്ടെങ്കിലും എപ്പോ വണ്ടി വരുമെങ്കിലും എന്താണെങ്കിലും ശരി, രാവിലെ നിർബന്ധമായി കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം. തലേ ദിവസത്തെ ബിരിയാണി മന്തി ഒന്നും ചൂടാക്കി കുട്ടിക്ക് കൊടുക്കുകയും ചെയ്യരുത്. ചില കുട്ടികളൊക്കെ മന്തി, വലിയ ചിക്കന്റെ കാല്, അതേപോലെ അൽഫാമിന്റെ കഷ്ണമൊക്കെ ചൂടാക്കിയിട്ട് പൊറാട്ടൊക്കെ പുട്ടുംകുറ്റിയിലിട്ട് ചൂടാക്കി കൊടുത്തേക്കും. തലേ ദിവസം കൊണ്ടുവന്ന് ബാക്കിയുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് നല്ല ഇഷ്ടമാണ്. അതൊന്നും രാവിലെ കൊടുക്കരുത്, രാവിലെ അത് കുട്ടികൾ കഴിക്കരുത്. രാവിലെ നമ്മളെ സാധാരണ രീതിയിലുള്ള ഭക്ഷണം നന്നായിട്ട് കുട്ടികളെ കഴിപ്പിക്കുക. ഉച്ചക്കും നന്നായിട്ട് ഫുഡ് കഴിക്കുക. രാത്രി കാര്യമായിട്ടൊന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, രാത്രി വളരെ നേരത്തെ ഭക്ഷണം കഴിക്കുക. കഴിയുന്നതും ഇശാക്ക് മുമ്പ് തന്നെ ഭക്ഷണം കഴിക്കുക. ഒരു 7-7:30 ആവുമ്പോ 8 മണിയിൽ അപ്പുറം പോകരുത്. അപ്പൊ ഞാൻ പറഞ്ഞ 3 കാര്യം: നന്നായിട്ട് ഉറങ്ങണം, നന്നായിട്ട് വെള്ളം കുടിക്കണം, പിന്നെ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. ഒരു ആഴ്ചയിൽ ഒരിക്കലൊക്കെ ബിരിയാണിയോ മന്തിയോ ഒക്കെ മതി. പച്ചക്കറിയൊക്കെ കഴിക്കണം കുട്ടികൾ. അവർ കഴിക്കൂലെന്ന് നിങ്ങൾ വെറുതെ പറയാ. ഒരു 3 ദിവസം തുടർച്ചയായിട്ട് ചിക്കൻ ഉണ്ടാക്കാൻ നോക്കി, തന്നാലെ വിശന്നാൽ അവർ തിന്നോളും. പള്ളേ വയ്ക്കുമ്പോ ഒന്ന് തിന്നു പറയില്ലേ, അന്ന മാതിരി വിശന്നാൽ കുട്ടികൾ കഴിച്ചോളും. ചിക്കൻ ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും രാത്രിയും ഡോക്ടർ 4 നേരം ഗുളിക കൊടുക്കുന്ന പോലെ ചിക്കൻ തന്നെ വേണം. ഞങ്ങളുടെ സ്കൂളിൽ +2 ഒരു പെൺകുട്ടീനെ ഈ പീരീഡ്സിന്റെ സമയം അവർക്ക് എത്രയായിട്ട് എന്നും പീരീഡ്സ് എന്ന് പറഞ്ഞാൽ സിക്ക് റൂമിൽ വന്ന് കിടക്കും. കുട്ടികൾക്ക് കിടക്കാൻ ഒരു റെസ്റ്റ് എടുക്കാൻ റൂമുണ്ട്, അവിടെ വന്ന് കിടക്കും.
അപ്പൊ ഒരു ടീച്ചർ ചോദിച്ചു, മോളല്ലേ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന് കടന്ന്? അപ്പൊ വേറെ ടീച്ചർ, ഓൾ അതിന്റെ മുമ്പത്തെ ആഴ്ച ഇവിടെ വന്ന് കടന്നല്ലോ എന്നൊക്കെ ചോദിച്ച് ഡോക്ടർ അല്ല ടീച്ചർ ഇവളോട് കാര്യം പറഞ്ഞപ്പോ അപ്പൊ ഇവിടെ സ്വകാര്യമായിട്ട് പറഞ്ഞു 2 മാസമായിട്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത് നിന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ടീച്ചർ ആകെ ബേജാറായി. അങ്ങനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോഴേക്ക് ഉമ്മനെ വിളിപ്പിച്ചു. ഉമ്മ ഓട്ടോറിക്ഷ എടുത്ത് ഡോക്ടറെ അടുത്ത് അവിടെ വന്നു. അങ്ങനെ ഡോക്ടറോട് ചോദിച്ചു. ഡോക്ടർ ആദ്യത്തെ ചോദ്യം ചോദിച്ചത്, നിങ്ങൾ ഇവക്ക് ചിക്കൻ കൊടുക്കലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഉമ്മ ഇവളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി ചിരിച്ചു. ഇവള് ഉമ്മന്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ കുറെ ചിരിച്ചു. നിങ്ങളെന്തൊന്നും മിണ്ടാത്ത, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചിട്ട് കാര്യമില്ല. ചിക്കൻ കൊടുക്കലുണ്ടോ എന്ന് ചോദിച്ചു. ആരും ഒന്നും പറഞ്ഞു, 2 ആളും മിണ്ടില്ല ഒന്നും. അവസാനം ഉമ്മ പറഞ്ഞ്, ഓക്ക് ചിക്കനേ കൊടുക്കലുള്ളൂ, വേറൊരു സാധനം കൊടുക്കലില്ല. അപ്പൊ രാവിലെ വേണം ചിക്കൻ, ഉച്ചക്ക് ചിക്കൻ വേണം, കൊണ്ടുപോകാൻ വേണം, വൈകുന്നേരം വന്നാൽ ചിക്കൻ, രാത്രി ചിക്കൻ, ഫുൾ ചിക്കൻ കിട്ടിയ വളരെ സന്തോഷം. എന്നാ പിന്നെ നിങ്ങൾ തൽക്കാലം ഇപ്പൊ ഞാൻ കുടിക്കുമ്പോ തൽക്കാലം ഒരു മരുന്ന് തരാം, പിന്നെ നിങ്ങൾ ഈ ഇതൊന്ന് നിർത്തിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും കൊടുക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയെന്നുള്ളതും അത് എന്തൊക്കെ എപ്പോഴൊക്കെ കൊടുക്കണം എന്നുള്ളത് തീരെ ഫുൾ ടൈം ചിക്കനും ഈ സാധനം മാത്രമല്ല, കുട്ടികൾ നന്നായിട്ട് വേറെ എന്തെങ്കിലും പച്ചക്കറിയും സാധനങ്ങളൊക്കെ കഴിക്കട്ടെ. അങ്ങനെ പച്ചക്കറികള്, ഇലകള്, ഈ മുരിങ്ങ, വെണ്ട പോലുള്ള സാധനങ്ങളൊക്കെ കുട്ടികൾ കഴിക്കണം. അത് നല്ല പിന്നെ കുട്ടികളുടെ ശരീരത്തിൽ ഇപ്പോഴത്തെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള കുട്ടികളുടെ ബുദ്ധിയും ശരീരവും ഒക്കെ വളരാനും വികസിക്കാനും കണ്ണിന്റെ കാഴ്ച, അതേപോലെ ബ്രെയിനിന്റെ ഇതിന്റെ ഒക്കെ ആവശ്യമുള്ള പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് കൊടുക്കണം. ആ കുട്ടികൾ കഴിപ്പിക്കണം. അങ്ങനെ കഴിച്ചെങ്കിൽ ബുദ്ധിയൊക്കെ വളരുള്ളൂ, വികസിക്കൊക്കെ ഉള്ളൂ. കുട്ടികള് അതൊന്നും കഴിക്കുന്നില്ല, അതൊക്കെ വലിയ പ്രശ്നമാണ്. അപ്പൊ നന്നായിട്ട് ഉറങ്ങണമെങ്കിൽ നന്നായിട്ട്, അതേപോലെ വ്യായാമം വേണം. കുട്ടികൾ കുറച്ചൊക്കെ ഒന്ന് പുറത്തിറങ്ങി കളിക്കട്ടെ. ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഒന്ന് ബാറ്റോ ഫുട്ബോളോ എന്താ അവർ കളിക്കാൻ പറ്റുന്ന സ്ഥലത്ത് നിന്ന് നന്നായിട്ട് കളിക്കട്ടെ. കുറച്ച് മുതിർന്ന പെൺകുട്ടികളാണെങ്കിലും ശരി, അവരൊക്കെ വിയർക്കണം, നന്നായിട്ട് ശരീരം ഇളകണം. വിയർത്തൊഴുകി ശരീരം ഇളകി വ്യായാമം ഉണ്ടാകുന്ന രീതിയിൽ കുട്ടികൾ കളിക്കൊക്കെ വേണം. അപ്പോഴാണ് അവരുടെ പഠനവും അവരുടെ എല്ലാ കാര്യങ്ങളും ശരീരത്തിൽ എല്ലാ ഓർഗൻസും ഫങ്ഷൻ നടക്കണമെങ്കിൽ ഇതൊക്കെ ചെയ്യണം. ഓക്കെ, എന്നിട്ട് പകൽ സമയം, അപ്പൊ രാത്രി ഉറങ്ങേണ്ട സമയം ഉറങ്ങാം, പകൽ സമയത്ത് നന്നായിട്ട് ഉപയോഗിക്കാം. നോക്കുക, ട്രൈ ടു റീകോൾ ദ പോയിന്റ്സ് ബിഫോർ യു ഗോ ടു സ്ലീപ്. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മളെ ഉമ്മ ചെയ്യുന്ന ഒരു പണിയുണ്ട്. നമ്മളൊക്കെ ഭക്ഷണം കഴിച്ച് വേഗം റൂമിൽ പോയി കിടക്കും. ബാക്കി ഉമ്മന്റെ കുറെ പണികളുണ്ടാവും. അത് കഴുകി, ഇത് കഴുകി, അതൊക്കെ തുടച്ച് അവസാനം സ്പൂണ് കഴുകി, അത് തുടങ്ങി പിന്നെ ടേബിളൊക്കെ തുടച്ച് അടുക്കളൊക്കെ വൃത്തിയാക്കി ഫുള്ള് ക്ലീൻ ആക്കി. നിങ്ങൾ രാത്രി വേണമെങ്കിൽ ഒരു 12 മണിക്ക് അടുക്കളയിൽ നിന്ന് ലേറ്റിട്ട് നോക്കി എങ്ങനെ ഉണ്ടാവും. എല്ലാം ക്ലീൻ ആക്കി അടുക്കി പെറുക്കി റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ടാവും അല്ലേ? ഉണ്ടില്ലേ? ആ, രാത്രി ഒരു 12 മണിക്ക് പോയി അടുക്കളയിൽ നിന്ന് ലേറ്റിട്ട് നോക്കുക. നിങ്ങൾ ലേറ്റിട്ട് നോക്കിയല്ലോ. അപ്പൊ കാരണം അടുക്കള അങ്ങനെ നീറ്റായിട്ട് ക്ലീൻ ആയിട്ടുണ്ടാവും. എല്ലാ സാധനവും അവസാനം അവിടെ തുടക്കുന്ന തുണി പോലും ഒക്കെ കഴുകി റെഡിയാക്കി അവിടെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. പിന്നെ രാവിലെ വരുമ്പോൾ വീണ്ടും അതൊക്കെ എടുത്ത് ഫുള്ള് അവിടെ രാത്രി വീണ്ടും ഇത് തന്നെയാണ്. ഒരിക്കൽ മൂറിയ ചട്ടി തന്നെ എത്ര പ്രാവശ്യം ഒരു ചട്ടി വാങ്ങി ഒരു 20 കൊല്ലം 30 കൊല്ലത്തിനിടയ്ക്ക് എത്ര പ്രാവശ്യം നമ്മളെ ഉമ്മമാരെ കഴുകിയിട്ടുണ്ടാവും. ഒരു പ്രാവശ്യം ഈ ചട്ടി ഒന്ന് കഴുകാൻ വരുന്ന ഏൽപ്പിച്ചു നോക്കി നിങ്ങൾ, അപ്പൊ അറിയേണ്ട അവസ്ഥ. അപ്പൊ നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത്, ഒരു വീട്ടിൽ നമ്മൾ വാങ്ങിക്കൊടുത്ത ഒരു കലം അല്ലെങ്കിൽ ഒരു ചട്ടി, കരിയായ ചട്ടി എത്ര പ്രാവശ്യം ആ വീട്ടിലുള്ള ഉമ്മ അല്ലെങ്കിൽ ഭാര്യ അത് കഴുകിയിട്ടുണ്ടാവും. അപ്പൊ ഓക്കെ, അപ്പൊ അതേപോലെ രാത്രി നമ്മൾ പകൽ ചെയ്ത എല്ലാ വായിച്ച പഠിച്ച കാര്യങ്ങളൊക്കെ രാത്രി അടുക്കി പെറുക്കി റെഡിയാക്കി ഒക്കെ റീകോൾ ചെയ്യാൻ. ഞാൻ എന്താ വായിച്ചത്, ഏത് സബ്ജക്റ്റ് ആണ് പഠിച്ചത്, ഏത് ഫിസിക്സിൽ എത്രാമത്തെ ചാപ്റ്റർ ആയിരുന്നു, അതിൽ എന്തൊക്കെയാണ് ഉള്ളത്, അതൊക്കെ ഒന്ന് റീകോൾ ചെയ്ത് അടുക്കി പെറുക്കി നമ്മൾ അടുക്കള വൃത്തിയാക്കി വെക്കുന്ന പോലെ എല്ലാം അതതിന്റെ സ്ഥാനത്ത് കൃത്യമായിട്ട് വെച്ചിട്ട് നിങ്ങൾ കിടന്നുറങ്ങാൻ പാടുള്ളൂ. ഓക്കെ, പിന്നെ അവോയ്ഡ് ആൻസൈറ്റി. ഒരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ ആകണ്ട. നിങ്ങൾ ആരും തൂക്കിക്കൊല്ലൊന്നുമില്ല. പരീക്ഷയ്ക്ക് തോറ്റു എന്ന് വിചാരിച്ച് വെടിവെച്ച് കൊല്ലേ നിങ്ങളെ തൂക്കിക്കൊല്ലൊന്നുമില്ല. അത് വിചാരിച്ചിട്ട് ആരും തൂങ്ങിച്ചാനൊന്നും പോകും വേണ്ട. പരീക്ഷയ്ക്ക് തോറ്റിട്ട് തൂങ്ങിച്ചാവുക, മോഡൽ എക്സാമിന് മാർക്ക് കുറഞ്ഞിട്ട് നാട് വിട്ടു പോവുക, ഇങ്ങനൊക്കെ നമ്മൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് തവക്കുൽ ചെയ്യേണ്ട ആൾക്കാരല്ലേ. നിസ്സാര പ്രശ്നത്തിന് വേണ്ടി ഒരു ഭർത്താവ് കൂടെ പഠിക്കുന്ന ഒരുത്താണ് കല്യാണം കഴിക്കാൻ വിസമ്മതിച്ച് വീട്ടുകാർ സമ്മതിക്കാത്തതുകൊണ്ട് ഒരു ഡോക്ടർ, അതും MBBS കഴിഞ്ഞ് MD ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ കൂടി ചത്താനി. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പിന്നെ എന്തിനാ പഠിച്ചാൽ നമുക്കൊരു ജീവിതം തന്നെ? നിസ്സാര സംഗതി. ആരെങ്കിലും ഒന്ന് ചീത്ത പറഞ്ഞു, സ്കൂളിൽ നിന്ന് ഒരു സാറ് ചീത്ത അറിഞ്ഞതിന് മോളിന്റെ നിലയിൽ ചാടി അവള് ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ നിസ്സാര സംഗതിക്ക് നമ്മൾ മരിക്കേണ്ട ആൾക്കാരല്ല. അത് നമുക്ക് ജീവൻ തന്നതിനല്ല.
അതുകൊണ്ട് ഒരു ടെൻഷനും ആകരുത്, ആങ്സൈറ്റി വായിക്കാം. ഓക്കെ, അവോയ്ഡ് ഓൾ ടൈപ്സ് ഓഫ് ഡിസ്ട്രാക്ഷൻസ്. മൊബൈൽ ഫോൺ അവിടെ വെക്കരുത്. മൊബൈൽ ഫോൺ നാളെ ക്ലാസ് ഉണ്ടോ ട്യൂഷൻ ഉണ്ടോ നോക്കാൻ വേണ്ടിയാന്നൊക്കെ പറയും. മൊബൈൽ ഫോൺ എടുത്ത് ഒഴിവാക്കിയില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ഇങ്ങനെ വരും, ടിൻ ടിൻ എന്ന് പറയും. അപ്പൊ അതൊന്നും നോക്കേണ്ടി വരും. അപ്പൊ അതിനൊരു മറുപടി, പിന്നെ വേറെ. ഈ മൊബൈൽ ഫോൺ നമ്മള് ഏറ്റവും കൂടുതൽ സമയം കളയുന്ന ഒരു സാധനമാണ്. മാത്രം അതിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മൾ എന്തെങ്കിലും ഒരു മെസ്സേജ് നോക്കാനായിരിക്കും തുറന്നിട്ടുണ്ടാകുക, പക്ഷെ അത് നോക്കിയിട്ടുണ്ടാവില്ല. ബാക്കിയുള്ള എത്രയോ നമ്മൾ നോക്കി അതിന് റിപ്ലൈ ചെയ്ത് പോയി വേറെ എവിടെ എത്തിയിട്ടുണ്ടാവും. ഇത് ഇങ്ങനത്തെ ഒരു സമയം കൊല്ലുന്ന ഒരു സാധനമാണ്. ഓക്കെ, യൂസ് ഗുഡ് പെൻ, ഗുഡ് ഹാൻഡ് റൈറ്റിംഗ്. നല്ല പേന ഉപയോഗിക്കുക, നന്നായിട്ട് ഹാൻഡ് റൈറ്റിംഗ്, നല്ല എഴുത്ത് കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ്. പിന്നെ ഇതൊക്കെ ഒന്നുകൂടി വിശദമായി പറയേണ്ട സാധനമാണ്. അവസാനിപ്പിച്ചു ഇൻഷാ അല്ലാഹ്. നമ്മള് പിന്നെ റമദാൻ മാസം വരികയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ നമസ്കാരവും നമ്മളെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനത്തെ ആൾക്കാരാണ് രണ്ട് കാര്യവും, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന, രണ്ടും വിജയിക്കുന്ന ഒരു അവസരം നമുക്ക് ഉണ്ടാകട്ടെ. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾക്ക് നല്ല ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനും നന്നായിട്ട് വിജയിച്ചു പോകാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.